ഗുഡ് ഈവനിങ്. പാട്ടുവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ സൺഡേസിൽ നമ്മൾ പാട്ടുവിശേഷം മ്യൂസിക് തെറാപ്പിയുടെ അത്ഭുതകരമായ നേട്ടങ്ങളെക്കുറിച്ച് നമ്മുടെ ലൈഫിൽ ഒരു ലൈഫ് ചേഞ്ചിങ് ഇവൻ്റായിട്ട് അതെപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് ജോസഫ് ജോൺ സാറിൻ്റെ ഓരോ ക്ലാസ്സുകളും. ഏതൊക്കെ തരത്തിലുള്ള ഹീലിംഗ് ആണ് മ്യൂസിക് തെറാപ്പിയിലൂടെ ലഭിക്കുന്നത്. അത് തന്നെയല്ല, അതിനൊപ്പം നമ്മൾ ഈ പറയുന്ന പ്രസിദ്ധരായ മ്യൂസീഷ്യൻസിനെല്ലാം നമ്മളൊരു ട്രിബ്യൂട്ടും കൂടെ കൊടുക്കും. നമ്മളുടെ സ്വരം നല്ല സ്വന്തം സ്വരത്തിൽ 2 വരിയോ 4 വരിയോ പാടി ഒരു ട്രിബ്യൂട്ടും കൂടെ കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും വളരെ സന്തോഷകരമായ അതാണ് ശരിക്കും. ഈ 2 ഭാഗം കൂടെ കേൾക്കുമ്പോഴാണ് ശരിക്കും നമുക്കൊരു തെറാപ്പിയുടെ അനുഭവം ഉണ്ടാകും. അപ്പോൾ ഇന്ന് ജോസഫ് ജോൺ സാറിലൂടെ പുതിയതായിട്ട് മ്യൂസിക് തെറാപ്പിയുടെ ഒരു വിഷയം കേൾക്കാം. നമ്മളെല്ലാവരെയും പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തു. അതോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട ജോസഫ് ജോൺ സാറിനെ. ജോസഫ് സാർ, യു ആർ വെൽക്കം. താങ്ക് യു സാർ. പ്രപഞ്ചനാഥനെ സ്മരിച്ചുകൊണ്ട് സ്തുതിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. സന്നിഹിതരായിരിക്കുന്ന എല്ലാ ഗുരുസ്ഥാനികർക്കും സുഹൃത്തുക്കൾക്കും പാട്ടുകാർക്കും കൂട്ടുകാർക്കും ഒക്കെ സ്വാഗതം, നമസ്കാരം. സാബു കേരളം സാറിന് പ്രത്യേകം നന്ദി. നമുക്ക് ആരംഭിക്കാം. ആദ്യം പാട്ടുവിശേഷത്തിൽ നമ്മൾ മ്യൂസിക്കിൻ്റെ ഗുണങ്ങളെക്കുറിച്ചാണ്, അതിൻ്റെ വാല്യൂസ്, ബെനിഫിറ്റുകൾ ഇതൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യുക. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇമ്പാക്റ്റ് ഓഫ് മ്യൂസിക് ഇൻ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്. വ്യക്തിത്വ വികസനത്തിൽ, പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിൽ ഒരു വലിയ റോൾ സംഗീതത്തിന് ചെയ്യാൻ കഴിയും. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ പേഴ്സണാലിറ്റിയെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുകയാണ് മ്യൂസിക്. ഒന്ന് പുറകോട്ട് ചിന്തിച്ച് നോക്കിയാൽ, നമ്മുടെ ബാല്യത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ, എന്ത് മുതലാണ് നമ്മൾ സംഗീതത്തിൻ്റെ ആ സ്വാധീന വലയത്തിൽ പെട്ടത്? നമുക്ക് ഓർമ്മ വെച്ച കാലം മുതൽ അല്ലേ? അപ്പോൾ ഇറ്റ് ഈസ് എ ഡിവൈൻ പവർ എന്നാണ് പറയുക. മ്യൂസിക് ഈസ് എ ഡിവൈൻ പവർ. ഡിവൈൻ എന്ന് പറയുമ്പോൾ ദിവ്യമായത്, അല്ലെങ്കിൽ സ്വർഗീയമായത്, അല്ലെങ്കിൽ അതിൻ്റെ നമുക്ക് അറിയാത്ത അല്ലേ, അങ്ങനെയുള്ള ഒരു പവറാണ് മ്യൂസിക്. ദൈവികമായ അല്ലേ സാറേ? ദൈവികമായ, ദിവ്യമായ, സ്വർഗീയമായ, അമരമായ എന്ന് പറഞ്ഞാൽ മരിക്കാത്തതാണ്. ഇറ്റ് ഈസ് ദെയർ ഓൾവേസ്. ഓക്കെ. അതുപോലെ തന്നെ ഇറ്റ് ഈസ് എ യൂണിവേഴ്സൽ ലാംഗ്വേജ്. ആർക്കും മനസ്സിലാകുന്ന ഭാഷയാണ് സംഗീതത്തിൻ്റെത്. ആർക്കും എന്ന് പറഞ്ഞാൽ ആർക്കും. ഈവൻ വേർ വേർഡ്സ് ഫെയിൽ, മ്യൂസിക് സ്പീക്സ് എന്നാണ് പറയുക. വാക്കുകൾ തോൽക്കുന്നിടത്ത് സംഗീതം വാചാലമാകും, അല്ലെങ്കിൽ സംസാരിക്കും എന്ന് പറയുന്നു. സോ യൂണിവേഴ്സൽ ലാംഗ്വേജ്, എനിബഡി ക്യാൻ അണ്ടർസ്റ്റാൻഡ്, എനിബഡി ക്യാൻ ഫോളോ, എനിബഡി ക്യാൻ ഫീൽ. അതിന് ഒരു പ്രൊഫഷണൽ ആവണമെന്നില്ല. പാട്ട് പഠിച്ച ആൾ, പാട്ടിൻ്റെ രാഗങ്ങളും താളങ്ങളും ഒക്കെ മനസ്സിലാക്കിയ ആളാകണമെന്നില്ല. കാരണം ഇറ്റ് ഈസ് ഓൾറെഡി വിത്തിൻ അസ്. മ്യൂസിക്, രാഗം, താളം എല്ലാം നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പോൾ ഇറ്റ് ഈസ് എ യൂണിവേഴ്സൽ ലാംഗ്വേജ് ദാറ്റ് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ബൈ ഓർ ഫോളോഡ് ബൈ ഓർ ഫെൽറ്റ് ബൈ എനിബഡി, ആർക്കും. വൺ ഓഫ് ദി മോസ്റ്റ് മിസ്റ്റിക്കൽ പവേഴ്സ്, മിസ്റ്റിക്കൽ എന്ന് പറയുമ്പോൾ ഗൂഢമായ, രഹസ്യമായ, ദാറ്റ് ക്യാൻ അഫക്റ്റ് ദി ഇൻഡിവിജ്വൽ. നമ്മൾ അത് തന്നെയാണ് പറഞ്ഞത്. ഒരു വ്യക്തിയെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു പവറാണ് മ്യൂസിക്. അതിൻ്റെ പ്രത്യേകത എന്താ? നിങ്ങൾക്ക് മ്യൂസിക് നമ്മളെ സ്വാധീനിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? പറ്റുമോ? ഇല്ല. ഗോചരമല്ല, ബട്ട് ഇറ്റ് ഈസ് ഹാപ്പനിങ് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. വിത്തൗട്ട് ഗെറ്റിംഗ് നോട്ടീസ്ഡ്. അത് നമ്മളെ സമ്മോഹനത്തിൽ, ഹിപ്നോട്ടൈസ് ചെയ്യാൻ, മാസ്മരികതയിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ളതാണ്. അതിലേക്ക് അലിയിക്കാൻ, അല്ലെങ്കിൽ അങ്ങനെയുള്ള നിദ്രയിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ സാധിക്കും, ഹിപ്നോട്ടൈസ് ചെയ്യാൻ സാധിക്കും. അമേസിങ് ഇമ്പാക്റ്റ് ഓൺ മൂഡ്. മ്യൂസിക്കിന് നമുക്ക് നമ്മുടെ മൂഡിൽ, ഇതൊക്കെ നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുള്ളതാണ്. നമ്മുടെ
മൂഡ്, മൈൻഡ്, പേഴ്സണാലിറ്റി ആൻഡ് ബിഹേവിയർ, ഇതിനെല്ലാം സ്വാധീനിക്കുവാൻ മ്യൂസിക്കിന് കഴിവുണ്ട് എന്നുള്ളത് നമ്മൾ ഇതിനു മുമ്പുള്ള എപ്പിസോഡിൽ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഈവൻ ലിസണിങ് ടു മ്യൂസിക് ക്യാൻ ഇമ്പാക്ട് ആൻ ഇൻഡിവിജ്വൽസ് പേഴ്സണാലിറ്റി അക്കോർഡിംഗ് ടു ദി ഇൻക്ലിനേഷൻ ഓഫ് മ്യൂസിക്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ പ്രിഫറൻസാണ്, നമ്മളുടെ ഇൻക്ലിനേഷനാണ്, നമ്മുടെ ചായ്വാണ്, നമ്മുടെ ഇഷ്ടമാണ്, നമ്മുടെ താല്പര്യമാണ്. എങ്ങനെയുള്ള പാട്ടുകളെ ആണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്, എങ്ങനെയുള്ള പാട്ടുകൾ കേൾക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ പ്രാധാന്യം പേഴ്സണാലിറ്റി വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ അങ്ങനെയുള്ളൊരു ചോയ്സ് നോക്കുമ്പോൾ ഒരു വ്യക്തി എങ്ങനെയുള്ള പാട്ടുകളാണ് സെലക്ട് ചെയ്യുന്നതെന്ന് നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി എങ്ങനെയുള്ളതാണെന്ന് നമുക്ക് അസസ് ചെയ്യാൻ പറ്റും. ആ ഇൻക്ലിനേഷൻ വെച്ച് നമുക്കത് പറയാൻ പറ്റും. സ്റ്റഡീസ് റിവീൽ ലിസണിങ് ഓഫ് മ്യൂസിക് ആസ് തെറാപ്പി ആസ് ഇമ്പാക്റ്റ് ഓൺ വൺസ് പേഴ്സണാലിറ്റി. ഇത് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളതാണ്. ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റിയെ, വ്യക്തിത്വത്തെ സംഗീത ശ്രവണം തെറാപ്യൂട്ടിക്കലി സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയുന്നത്. രോഗശമനം തരുന്ന അല്ലെങ്കിൽ ഹീലിംഗ് പവറോട് കൂടി അത് നമ്മളിൽ നമ്മുടെ വ്യക്തിത്വത്തെ ഇമ്പാക്റ്റ് ചെയ്യുന്നു, സ്വാധീനിക്കുന്നു എന്നതാണ്. ജസ്റ്റ് ലിസണിങ് ടു മ്യൂസിക്. ഇഷ്ടമുള്ള പാട്ടുകളാണ് എന്ന് ഞാൻ വീണ്ടും എടുത്തു പറയുകയാണ്. ഈച്ച് ഇൻഡിവിജ്വൽസ് ചോയ്സ് ഓഫ് മ്യൂസിക് ഈസ് ദി റിഫ്ലക്ഷൻ ഓഫ് ദെയർ പേഴ്സണാലിറ്റി. ഒരു വ്യക്തി ചൂസ് ചെയ്യുന്നത്, ഒരു വ്യക്തി പ്രിഫർ ചെയ്യുന്നത്, ഇഷ്ടപ്പെടുന്ന ആ പാട്ടുകൾ കണ്ടാൽ അത് അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റിയുടെ ഒരു റിഫ്ലക്ഷനായിട്ട് നമുക്ക് കരുതാം. 100% ആകണമെന്നില്ല, പക്ഷെ നമുക്ക് ആ ഒരു എന്താണ് ഒരു കൺക്ലൂഷൻ, ഒരു ധാരണയിലെത്താം. അങ്ങനെ ആ പാട്ടിൻ്റെ ആ സെലക്ഷൻ്റെ നേച്ചർ അനുസരിച്ച്, ഇഷ്ടമനുസരിച്ച്. നമുക്കറിയാം പല രീതിയിലുള്ള പാട്ടുകളുണ്ട് അല്ലേ? ആ തെരഞ്ഞെടുപ്പാണ്, ആ ഇഷ്ടമാണ്. എങ്ങനെയാണ് ഒരാൾ ഹാപ്പി ആണെങ്കിൽ ഹാപ്പി ആയിട്ടുള്ള സോങ്സ് ആയിരിക്കും, നിരാശയുള്ള ആളാണെങ്കിൽ അങ്ങനെയുള്ള പാട്ടുകളായിരിക്കും അറിയാതെ തന്നെ സെലക്ട് ചെയ്യുക. ശാന്ത സ്വഭാവമുള്ളവരാണെങ്കിൽ ലൈറ്റ് സോങ്സ് ഒക്കെ. എന്താ പറയുക, പിരിപിരിപ്പൻ അങ്ങനെയൊക്കെയുള്ള സ്വഭാവമാണെങ്കിൽ തട്ടുപൊളി പാട്ടുകൾ ഒക്കെ ആയിരിക്കും. നമുക്ക് അങ്ങനെ ഒരു ജനറലൈസ് ചെയ്യാൻ പറ്റും, ജനറലൈസ് ചെയ്യാനേ പറ്റുള്ളൂ. അങ്ങനെ നമുക്കൊരു നിഗമനം എടുക്കാം. പിന്നെ അതിന് ശേഷമുള്ള കാര്യങ്ങൾ അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഫർദർ നമ്മളത് പഠിക്കുകയും വിലയിരുത്തുകയും ചെയ്ത് കഴിഞ്ഞു. അങ്ങനെയാണ് തെറാപ്പി പോവുക. മ്യൂസിക് ഹെൽപ്സ്, നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്, സ്ട്രെസ് റിഡ്യൂസ് ചെയ്യും. സ്ട്രെസ് റിഡ്യൂസ് ചെയ്യാനായിട്ട് സംഗീത ശ്രവണം സഹായിക്കും. മ്യൂസിക്കൽ എൻഗേജ്മെൻ്റ് ആണ് മോർ എഫക്റ്റീവ്. എന്തിനാണ് സ്ട്രെസ് റിലീസ് ചെയ്യാനായിട്ട്? നമ്മൾ സ്ട്രെസ്സിന് റിലീസ് ചെയ്യാൻ കുറയ്ക്കാനായിട്ട് സാധാരണ ചെയ്യാറുള്ള കാര്യങ്ങളുണ്ടല്ലോ. പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ അല്ലേ? ഓരോ അവയവങ്ങൾ, അതൊരു മെഡിറ്റേഷനാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ ചെയ്യാറുണ്ട്. ഫോക്കസ്ഡ് ഇമേജറി. എന്താണ് ഫോക്കസ്ഡ് ഇമേജറി? അതും ആ ഒരു ഇമേജറി ഫോക്കസ് ചെയ്യാനായിട്ട് ഉള്ള നിർദ്ദേശങ്ങളനുസരിച്ച് ആ ഒരു ധ്യാന അവസ്ഥ, ഇതൊക്കെ സ്ട്രെസ് റിലീസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പറയുന്നത് ഇതിനേക്കാളൊക്കെ എഫക്റ്റീവാണ് പാട്ട് കേൾക്കുന്നത് എന്ന്. പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ ടെക്നിക്കിനേക്കാളും ഫോക്കസ്ഡ് ഇമേജറി എന്നുള്ള ടെക്നിക്കിനേക്കാളും കൂടുതൽ എഫക്റ്റീവ് പാട്ട് കേൾക്കുന്നതാണെന്നാണ് സ്റ്റഡീസ് പറയുന്നത്. മ്യൂസിക് ഫെസിലിറ്റേറ്റ് സൈക്കോളജിക്കൽ വെൽബീയിങ് ഫോർ ഓൾ. മനസ്സിന് ശാന്തത തരും അല്ലേ? ഒരു വെൽബീയിങ് തരും, ഒരു ആരോഗ്യകരമായ ഒരു അവസ്ഥ മ്യൂസിക് തരും. മ്യൂസിക് എൻഹാൻസസ്
അതുപോലെ തന്നെ ഫിസിയോളജിക്കൽ സ്റ്റേറ്റ്സ് ആൻഡ് ഇമോഷണൽ വെൽബീയിങ്. ഫിസിയോളജി നമ്മുടെ പറഞ്ഞിട്ടുള്ളതാണ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഫിസിയോളജിയെയും അഫക്റ്റ് ചെയ്യുന്നു. ഇമോഷണൽ വെൽബീയിങ് അതും പറയേണ്ട കാര്യമില്ല. ലീഡിങ് ടു ഹെൽത്തി ആൻഡ് പോസിറ്റീവ് പേഴ്സണാലിറ്റി. ഇതെല്ലാം എങ്ങോട്ടാണ് നമ്മളെ നയിക്കുക? പോസിറ്റീവ് ആൻഡ് ഹെൽത്തി പേഴ്സണാലിറ്റിയിലേക്കാണ് ഈ സംഗീത ശ്രവണം നമ്മളെ നയിക്കുക. നമുക്ക് കാണാൻ പറ്റില്ല, നമുക്ക് അനുഭവിക്കാനേ പറ്റുള്ളൂ. ഇതിൻ്റെ പ്രാധാന്യം, മ്യൂസിക് തെറാപ്പിയുടെ അല്ലെങ്കിൽ മ്യൂസിക് കേൾക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ട്. അതെല്ലാ തരത്തിലും സൈക്കോളജിക്കൽ, ഫിസിക്കൽ, മെൻ്റൽ, ഈവൻ സ്പിരിച്വൽ, അല്ലേ, സ്പിരിച്വൽ വെൽബീയിങ്ങിനും എല്ലാത്തിനും സംഗീത ശ്രവണം സഹായിക്കുന്നു എന്നുള്ളതാണ്. സ്റ്റെബിലൈസ് ആൻഡ് റെഗുലറൈസ് ഹാർട്ട് റേറ്റ്. ഇതിൻ്റെ ബെനിഫിറ്റ്, പാട്ട് കേൾക്കുന്നത് കൊണ്ടുള്ള ഫിസിയോളജിക്കൽ ബെനിഫിറ്റ്സ്. സ്റ്റെബിലൈസ് ആൻഡ് റെഗുലറൈസ് ഹാർട്ട് റേറ്റ്. ഹാർട്ടിനെ ആ താളത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഹാർട്ടിൻ്റെ മാത്രമല്ല, ബ്രീത്തിൻ്റെ, അല്ലേ, പിന്നെ BP ഡിസൈറബിൾ ആക്കുന്നു. ആ ഒരു ഒപ്റ്റിമൽ ലെവലിലേക്ക്, ഡിസൈറബിൾ ലെവലിലേക്ക് കൊണ്ടുവരാനായിട്ട്. അതുപോലെ തന്നെ സ്ലീപ്പ് സൈക്കിൾ. ഇതാണ് സ്ലീപ്പ് സൈക്കിൾസ്. അതിൻ്റെ ഒരു എന്താ പറയുക, റൊട്ടേഷൻ ഉണ്ടല്ലോ ഉറക്കത്തിൻ്റെ. അതൊക്കെ സംഗീതത്തിൻ്റെ ശ്രവണം കൊണ്ട് അതൊക്കെ നമുക്ക് റെഗുലറൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഹാർട്ട് റേറ്റ്, BP, പിന്നെ സ്ലീപ്പ് സൈക്കിൾസ്. അതുപോലെ സംഗീതം നമ്മുടെ സെൽഫ് എസ്റ്റീം വർദ്ധിപ്പിക്കുമെന്നും കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുമെന്നും നമ്മൾ കഴിഞ്ഞ സെഷനിലും പറഞ്ഞതാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല, നമുക്കറിയാമല്ലോ. ഇൻസൈഡ് ദ വൂംബ്, ഗർഭസ്ഥ ശിശു ആയിരിക്കുമ്പോൾ 24 ആഴ്ചയൊക്കെ ആകുമ്പോൾ അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ശ്രവണ ലോകം എന്ന് പറയുന്നത് എന്താണ്? അക്കോസ്റ്റിക് വേൾഡ്. ആ ശിശുവിൻ്റെ എന്തായിരിക്കും ശ്രവണത്തിനുള്ള സാധ്യത, ആ സാഹചര്യം എന്തായിരിക്കും? ആർക്കെങ്കിലും ഒന്ന് ഊഹിച്ച് പറയാമോ? അവിടെ ഒരു താളമുണ്ട്. ശബ്ദങ്ങൾ എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ ആളുടെ അല്ലെങ്കിൽ അമ്മയുടെ ഹൃദയത്തിൻ്റെ മിടിപ്പാണ് ആ താളം. അതാണ് അവന് അല്ലെങ്കിൽ അവൾക്ക് കിട്ടുന്ന ആ ഒരു സെക്യൂരിറ്റി. പിന്നെന്താണ്? an environment textured by the mother's regular heartbeat and the melodic contours of her physiological states. അമ്മയുടെ വയറിൻ്റെയൊക്കെ ആകാരം ഉണ്ടല്ലോ, ആകാരം, കോണ്ടൂസ് ഓഫ് ഹെർ ഫിസിയോളജിക്കൽ സ്റ്റേറ്റ്, ആ അവസ്ഥകളും റെഗുലർ ഹാർട്ട് ബീറ്റും. പിന്നെ എന്ന് പറഞ്ഞാൽ എന്തും അവിടെ കിട്ടുകയാണ്, അല്ലേ, അവൻ്റെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് ആവശ്യമുള്ളപ്പോഴെല്ലാം അത് ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവിടെ ശാന്തമായി കിടക്കുന്നതിന് ശേഷം പുറത്തു വന്നു കഴിഞ്ഞാലോ, പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ എന്താ ആദ്യം ചെയ്യുക? എന്താണ് ചെയ്യുക? പറയൂ. കുഞ്ഞ് ജനിച്ച് വീണ് കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് കരച്ചില്, സ്ക്രീം ഉറക്കെ കരയും. പിന്നെ കൈകാലിട്ട് അടിക്കും. കാരണം നേരത്തെ കിട്ടിയിരുന്ന കംഫർട്ട് ഇപ്പം ഇല്ല, അവനത് തേടണം. അതിനു വേണ്ടിയാണ് ഈ ഒച്ചപ്പാടും ബഹളവും ഒക്കെ വയ്ക്കുന്നതെന്നാണ് പറയുക. വെൻ ബോൺ ദേ കിക്ക് ആൻഡ് സ്ക്രീം. എന്തുകൊണ്ടാണ്? നേരത്തെ ഉണ്ടായിരുന്ന അസ്ഥിരത ഇവിടെയില്ല. അക്കോസ്റ്റിക്കലി അൺസ്റ്റേബിളായി. നേരത്തെ ആ ഒരു താളം മാത്രം ഇങ്ങനെ കേട്ട് സുഖമായി കിടന്നിരുന്നു. ഇപ്പോൾ അൺസ്റ്റേബിളായി, ഹാർട്ട് റേറ്റ് അൺസ്റ്റേബിളായി. അപ്പോൾ അതെല്ലാം തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ്. കോൺസ്റ്റന്റ് സ്റ്റേറ്റിലേക്ക് വരാനുള്ള, ഹാർമോണിയസ് സ്റ്റേറ്റിലേക്ക് വരാനുള്ള തയ്യാറെടുപ്പാണ്. മ്യൂസിക് ഇൻ റിലേഷൻ വിത്ത് പേഴ്സണാലിറ്റി.
എന്ന് പറഞ്ഞാൽ വിശദീകരിക്കേണ്ട കാര്യമില്ല. പേഴ്സണാലിറ്റി സീക്സ്, എന്താണ് പേഴ്സണാലിറ്റിയുടെ ഒരു ഉദ്ദേശം? മറ്റൊന്നുമല്ല, ഒരു എൻവയൺമെൻറ്റ്, ഒരു സിറ്റുവേഷൻ തൃപ്തി തരുന്ന, മാനസികമായി തൃപ്തി തരുന്ന ഒരു എൻവയൺമെൻറ്റ് വേണം. അതിനുവേണ്ടിയുള്ള പ്രവർത്തനവും അതിനുവേണ്ടിയുള്ള ദാഹമൊക്കെയാണ് പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാനായിട്ട് കാരണം അതിൻ്റെ ബേസ്. സൈക്കോളജിക്കൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട്. ഓക്കെ, പേഴ്സണാലിറ്റി ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദി കൈൻഡ് ഓഫ് മ്യൂസിക് വൺ ചൂസ് ആൻഡ് ദി കൈൻഡ് ദാറ്റ് അവോയ്ഡ്. നമ്മൾ നേരത്തെ പറഞ്ഞു, പാട്ട് സെലക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ചൂസ് ചെയ്യുന്നതിനെ ബേസ് ചെയ്ത് നമുക്ക് പേഴ്സണാലിറ്റി ഒന്ന് അസസ് ചെയ്യാമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പ്രധാനമാണ് എങ്ങനെയുള്ള പാട്ടുകൾ അയാൾ അവോയ്ഡ് ചെയ്യുന്നു എന്നുള്ളത്. എങ്ങനെയുള്ള പാട്ടുകൾ ഇഷ്ടപ്പെടുന്നു, എങ്ങനെയുള്ള പാട്ടുകൾ അവോയ്ഡ് ചെയ്യുന്നു എന്നുള്ള രണ്ട് ഘടകങ്ങളും ഇവിടെ പ്രധാനമാണ്. മ്യൂസിക് ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് അവർ പേഴ്സണാലിറ്റീസ്. നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ഒരു എക്സ്റ്റൻഷനാണ് മ്യൂസിക് എന്ന് പറയാം. ആ രീതിയിൽ പഠിക്കുമ്പോൾ, മ്യൂസിക്കുമായിട്ട് ഒത്തുനോക്കി പഠിക്കുമ്പോൾ നമുക്ക് അങ്ങനെ പറയാൻ സാധിക്കും. ആസ് വി ഡെവലപ്പ് അവർ മ്യൂസിക്കൽ ടേസ്റ്റ്, എന്ത് ചെയ്യും? നമ്മുടെ മ്യൂസിക്കൽ ടേസ്റ്റ് അതേപടി നിൽക്കുമോ? പണ്ടുണ്ടായിരുന്ന ആ ഇഷ്ടങ്ങളൊക്കെ ഇപ്പോൾ കുറേ മാറിയിട്ടുണ്ടാവും. അത് ചേഞ്ച് ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് എപ്പോഴും പറയാറുള്ളത്, പ്ലേലിസ്റ്റ്, നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങളുടെ ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ, ദാറ്റ് ഷുഡ് ബി അപ്ഡേറ്റഡ്. ഒന്ന് റിവൈസ് ചെയ്ത് കൊടുക്കണം. ഒരു 1 മന്തോ അല്ലെങ്കിൽ ആ ഒരു ഓരോരുത്തരുടെയും ഇഷ്ടമനുസരിച്ച് നമുക്ക് അറിയാൻ പറ്റും. ആ ഒരു ചേഞ്ച് നമുക്കറിയാൻ പറ്റും. മ്യൂസിക്കിനോടുള്ള താല്പര്യം ഇപ്പോൾ ഇങ്ങനെ ഇതിൽ ഉറച്ചു നിൽക്കുന്നവർക്കാണെങ്കിൽ കൂടുതൽ അത് പ്രകടമായിട്ട് അറിയാനും പറ്റും. ഓക്കെ, ഡെവലപ്പ് ചെയ്യാനും അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാനും ഒക്കെ സാധിക്കും. അതുകൊണ്ട് പ്ലേലിസ്റ്റ് കൂടെ ഓർ വൺസ് ഇൻ എ വൈൽ ഷുഡ് ബി അപ്ഡേറ്റഡ് അക്കോർഡിംഗ് ടു അവർ വേരിയേഷൻ ഇൻ ടേസ്റ്റ്. നമ്മുടെ ടേസ്റ്റ് മാറുന്നതനുസരിച്ച്, നമ്മുടെ താല്പര്യം മാറുന്നതനുസരിച്ച് പ്ലേലിസ്റ്റ് മാറ്റിക്കൊണ്ടിരിക്കണം. ഓക്കെ, ഇൻക്ലിനേഷൻ അത് പറഞ്ഞു, ചായ്വ് അല്ലെങ്കിൽ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞില്ലേ. ടു ദോസ് സോങ്സ് വിച്ച് ക്യാരീസ് മോർ സിഗ്നിഫിക്കൻസ് ഫോർ അസ്. ഏത് പാട്ടിനോടാണ് നമുക്ക് കൂടുതൽ ഇൻക്ലിനേഷൻ? അത് പല രീതിയിൽ വരാം. അതാണ് പറയുക. ചിലർക്ക് അതിൻ്റെ ലിറിക്സിൽ അങ്ങ് അലിഞ്ഞു ചേരുന്നതാണ്, ചിലർക്ക് അതിൻ്റെ മ്യൂസിക്കിലാണ്, ചിലർക്ക് അതിൻ്റെ താളത്തിലാണ് അല്ല ഇൻക്ലിനേഷൻ. അതിൻ്റെ ആ സിഗ്നിഫിക്കൻസ് അനുസരിച്ചാണ് അത് വിലയിരുത്തേണ്ടത്. മോസ്റ്റ് ഓഫ് us hold more closer to our hearts than clothes, accessories, etc. നമ്മൾ എപ്പോഴും പാട്ടിനെ ഇഷ്ടപ്പെടുന്നവർ എന്താണ് ചെയ്യുക? പാട്ടിനെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കും അല്ലേ? അത് കഴിഞ്ഞേ ഉള്ളൂ വസ്ത്രവും മറ്റു കാര്യങ്ങളും ഒക്കെ, ഈ പറയുന്ന ആക്സസറീസും ഒക്കെ. റൂമിയാണ് പറഞ്ഞത്, എന്താ മ്യൂസിക് എന്ന് പറയുന്നത് ആത്മാവിൻ്റെ ഭാഷയാണ്, ഹൃദയത്തിൻ്റെ ഭാഷയാണ് എന്നത് പറഞ്ഞതുപോലെ സംഗീതത്തെ നമ്മുടെ ഹൃദയത്തോട് ആണ് ചേർത്ത് വയ്ക്കേണ്ടത്. മിക്കവരും ഇഷ്ടപ്പെടുന്നവരൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്യുക എന്ന് പറയും. മ്യൂസിക് ഹാസ് സ്ട്രോങ് ടൈസ് വിത്ത് ഇമോഷൻ ആൻഡ് ക്യാൻ ബി എഫക്റ്റീവ് തെറാപ്യൂട്ടിക് ടൂൾ. ഇതൊരു തെറാപ്യൂട്ടിക് ടൂളായിട്ട് വർക്ക് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ഇമോഷനുമായിട്ട് മ്യൂസിക്കിന് ടൈസ് ഉള്ളതുകൊണ്ടാണ്. ഇമോഷൻ ട്രിഗർ ചെയ്യാൻ, ഇമോഷനെ കൺട്രോൾ ചെയ്യാൻ, ഇമോഷനെ റെഗുലറൈസ് ചെയ്യാനൊക്കെ സംഗീതം സഹായിക്കുന്നത് കൊണ്ടാണ് അതിനെ നമുക്ക് തെറാപ്യൂട്ടിക്കലി ഉപയോഗിക്കാൻ പറ്റുന്നത്. സ്റ്റഡീസ് പറയുന്നത് ആസ് ടേസ്റ്റ് ആൻഡ് സ്മെൽ ഈസ് അസോസിയേറ്റഡ് വിത്ത് സ്ട്രോങ് ഇമോഷൻസ് ഇൻ ലൈഫ് ഇവൻറ്റ്സ്, മ്യൂസിക് inclination also provide trigger to
recall of those and their accompanying emotions. നമുക്ക് ലൈഫ് ഇവൻറ്റ്സ് ഓർക്കാനായിട്ട് എന്തൊക്കെയാണ്? സാധാരണ ടേസ്റ്റും സ്മെല്ലും ഒക്കെയാണ്. അതുപോലെ തന്നെ മ്യൂസിക്കിനോടുള്ള ഇൻക്ലിനേഷനും നമ്മുടെ ആ പഴയ കാര്യങ്ങൾ ട്രിഗർ ചെയ്യാൻ, ഓർമ്മകൾ അതിനോട് ചേർന്ന് നിൽക്കുന്ന ഓർമ്മകളെ വിളിച്ചുണർത്താൻ, തിരിച്ചു വിളിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇതൊക്കെയാണ് തെറാപ്യൂട്ടിക്കലി മ്യൂസിക് ഉപയോഗപ്പെടുത്താനുള്ള കാരണങ്ങൾ. ഇൻക്ലിനേഷൻ ടു മ്യൂസിക്കൽ ഡയമെൻഷൻസ്. പല രീതിയിലുള്ള പാട്ടുകളുണ്ട്, നമുക്കറിയാം. അതും നമ്മുടെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ക്യാരക്ടറും ഒക്കെ ആയിട്ട് റിലേഷൻഷിപ്പുണ്ട്. അതാണ് പറഞ്ഞു വരുന്നത്. റോക്ക് ഡയമെൻഷൻസ്, ആ രീതിയിലുള്ള പാട്ട്, റോക്ക് മ്യൂസിക്. കോറിലേറ്റ് പോസിറ്റീവ്ലി വിത്ത് ഓപ്പൺനെസ്. അങ്ങനെ അങ്ങനെയുള്ള പാട്ടുകൾ ഇഷ്ടപ്പെടുന്നവരുടെ അവർ കണക്ട് ചെയ്യുന്നത് എന്താണ്? പോസിറ്റീവ്ലി കണക്ട് വിത്ത് ഓപ്പൺനെസ്. തുറന്ന മനസ്ഥിതിക്കാരായിരിക്കും. തുറന്ന മനസ്ഥിതി, മറ്റുള്ളവരുമായിട്ട് ഇടപഴകാൻ ഇഷ്ടപ്പെടുന്നത്. പക്ഷേ നെഗറ്റീവ്ലി വിത്ത് കോൺഷ്യസ്നെസ്. അവിടെ അത്ര കോൺഷ്യസ് ആയിട്ട് ഇപ്പോൾ ലിറിക്സ് ഒന്നും അത്ര, റോക്ക് മ്യൂസിക്കിലൊന്നും ലിറിക്സ് ഒന്നും അത്ര അവഗാഹത്തോടു കൂടി ആരും ശ്രദ്ധിക്കത്തൊന്നുമില്ല. ഓപ്പൺനെസ് ആണ് ഇഷ്ടപ്പെടുക. ഇതുപോലെയുള്ള കോൺഷ്യസ് ആയിട്ട് ആയിരിക്കില്ല. നെഗറ്റീവ് കോറിലേറ്റ് വിത്ത് എക്സ്ട്രോവേർഷൻ. നെഗറ്റീവ് കോറിലേഷൻ വിത്ത് എക്സ്ട്രാവേർഷൻ. എക്സ്ട്രാവേർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകടനപരത, അല്ലെങ്കിൽ ഇൻട്രോവേർട്ടിൻ്റെ ഓപ്പോസിറ്റ് എക്സ്ട്രോവേർട്ട് ഡിസ്പോസിഷൻ എന്ന് പറയും. പുറമേയുള്ളത്, അതായിരിക്കും അവരുടെ പ്രിഫറൻസ്. എലൈറ്റ് ഡയമെൻഷൻ. എലൈറ്റ് എന്ന് പറയുമ്പോൾ വളരെ സോഫ്റ്റ്, അല്ലെങ്കിൽ മാന്യമായ, അല്ലെങ്കിൽ വരേണ്യം എന്നൊക്കെ പറയും. വിശിഷ്ടമായ എലൈറ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം. അത് പോസിറ്റീവ്ലി കോറിലേറ്റീവ്. അവിടെയും ഓപ്പൺനെസ് ഉണ്ട്. അതുകൂടാതെ എഗ്രിയബിൾനെസ്, എഗ്രി ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഒരു കോംപ്രമൈസ്, വലിയ എന്താ പറയുക, യോജിച്ച് പോകാവുന്നതാണ്, എഗ്രിയബിളാണ്. ഓക്കെ, അങ്ങനെയുള്ള പാട്ടുകൾ ഇഷ്ടപ്പെടുന്നവർ, എലൈറ്റ് ഡയമെൻഷനുള്ള പാട്ടുകൾ ഇഷ്ടപ്പെടുന്നവർ എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞത്? കോറിലേറ്റ് പോസിറ്റീവ്ലി വിത്ത് ഓപ്പൺനെസ്, എഗ്രിയബിൾനെസ്, അതുപോലെ തന്നെ കോൺഷ്യസ്നെസ്. കോൺഷ്യസ് ആയിട്ടും കേൾക്കും, കാരണം ലിറിക്സിനൊക്കെ അവിടെ പ്രാധാന്യം കൊടുക്കുന്നവരാണ്. ഓക്കെ, നെഗറ്റീവ്ലി വിത്ത് ഇമോഷണൽ സ്റ്റെബിലിറ്റി. പക്ഷേ അവിടെ ഒരു കവിഹൃദയം ഉള്ളവരാണ് കൂടുതൽ. അപ്പോൾ നെഗറ്റീവ്ലി കോറിലേറ്റ് വിത്ത് ഇമോഷണൽ സ്റ്റെബിലിറ്റി ചിലപ്പോൾ ഒക്കെ കൈവിട്ടു പോകും, അല്ലേ? ആ പാട്ടിൽ ലയിക്കും, ഇമോഷനെ ബാധിക്കും. ഇമോഷനെ, അല്ലെങ്കിൽ അവരുടെ ഇമോഷനെ ഇളക്കാൻ ഇങ്ങനെയുള്ള എലൈറ്റ് പാട്ടുകൾക്ക് സാധിക്കും. അല്ലെങ്കിൽ ആ തരത്തിലുള്ള പാട്ടുകൾ ഇഷ്ടപ്പെടുന്നവർ ഇങ്ങനെയുള്ളവരായിരിക്കും. അതാണ് പേഴ്സണാലിറ്റി ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യുക. ഓൾസോ പോസിറ്റീവ്ലി വിത്ത് കോൺഷ്യന്റിയസ്നെസ്. കോൺഷ്യന്റിയസ്നെസ് എന്ന് പറഞ്ഞാൽ പ്യൂരിറ്റി ഓഫ് സെൽഫ്, അന്ധകരണ ശുദ്ധി, അതായത് ധാർമ്മിക ബോധം ഒക്കെ അങ്ങനെയുള്ളവരായിരിക്കും. അത് എലൈറ്റ് പാട്ട് ഇഷ്ടപ്പെടുന്നവരുടെ കാര്യമാണ് ഈ പറഞ്ഞു വരുന്നത്. അവർ പോസിറ്റീവ്ലി കോറിലേറ്റഡ് ടു കോൺഷ്യന്റിയസ്നെസ്, പ്യൂരിറ്റി ഓഫ് സെൽഫ്. നല്ല മനുഷ്യരായിരിക്കും, നല്ല മനസ്സിൻ്റെ ഉടമകളായിരിക്കും എന്നുള്ളതാണ്. അർബൻ ആൻഡ് പോപ്പ് ഡാൻസ് ഡയമെൻഷൻസ്. അർബൻ നാഗരികമാണ്. പോസിറ്റീവ്ലി കോറിലേറ്റഡ് വിത്ത് എഗ്രിയബിൾനെസ് ആൻഡ് എക്സ്ട്രാവേർഷൻ. എഗ്രിയബിളാണ് പോപ്പ് മ്യൂസിക്, അല്ലെങ്കിൽ അർബൻ ആൻഡ് പോപ്പ് ഡാൻസ് അങ്ങനെയുള്ള പാട്ടുകൾ ഇഷ്ടപ്പെടുന്നവർ എഗ്രിയബിളാണ്. എക്സ്ട്രോവേർഷനാണ്. എക്സ്ട്രോവേർഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ, പ്രകടനപരത, അല്ലെങ്കിൽ പുറമേയുള്ളതിൽ
കൂടുതൽ താല്പര്യം. ഉള്ളിലേക്ക് നോക്കുകയല്ല, പുറമെ ഉള്ളതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നവരായിരിക്കും. അപ്പം ഇത് ഞാൻ ഇന്ന് എടുക്കുന്നത് ഈ ടോപ്പിക്കിൻ്റെ പാർട്ട് 1 ആണ്. നമുക്കിതിലേക്ക് അല്പം കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പോകേണ്ടതുണ്ട്. അത് അടുത്ത സെഷനിലായിരിക്കും. അപ്പോൾ ഇതിൽ വന്നിട്ടുള്ളവർ അടുത്തതിൽ വരാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം കുറച്ചുകൂടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. ഇതൊരു ഇൻട്രൊഡക്ഷൻ പോലെയാണ് ഞാൻ പറഞ്ഞത്. പിന്നെ നമ്മൾ ഈ മ്യൂസിക്കൽ ഡയമെൻഷൻസിനെ കുറിച്ച് പറഞ്ഞു. അത് വളരെ സ്പെസിഫിക് ആയിട്ട് അടുത്ത ലെസണിൽ വരുന്നുണ്ട്. ഇതിപ്പോൾ ഒരു ജനറൽ ഔട്ട്ലൈനാണ് ഇപ്പോൾ ഇന്ന് തരുന്നത്. ഓക്കെ, നമുക്ക് ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം. മ്യൂസിക്കൽ ടേസ്റ്റ് and personality types are closely related. മ്യൂസിക്കൽ ടേസ്റ്റ് എന്ന് പറയുമ്പോൾ മ്യൂസിക്കിൻ്റെ അഭിരുചി, താല്പര്യം, ഇഷ്ടം, അവർ ചോയ്സ് ചെയ്യുന്ന, അവരുടെ പ്രയോറിറ്റൈസ് ചെയ്യുന്ന പാട്ടുകൾ, അല്ലെങ്കിൽ അവരോടൊരു ലിസ്റ്റ് ഉണ്ടാക്കിയാൽ പറഞ്ഞാൽ മതി, നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ടുകളുടെ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് വാങ്ങുക. ആ ലിസ്റ്റ് കാണുമ്പോൾ നമുക്ക് അതിൻ്റെ ഡയമെൻഷൻ ഏതാണെന്ന് നോക്കി, റോക്കാണോ, എലൈറ്റ് ആണോ, അർബൻ ആൻഡ് പോപ്പ് ഡാൻസ് ആണോ എന്ന് നോക്കിയതിന് ശേഷം അവരെക്കുറിച്ചുള്ള, ആ വ്യക്തിയെക്കുറിച്ചുള്ള ഒരു ഏകദേശ രൂപം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ്. മ്യൂസിക്കൽ ടേസ്റ്റ് ആൻഡ് പേഴ്സണാലിറ്റി ടൈപ്സ്. മ്യൂസിക്കൽ ടേസ്റ്റ് ആൻഡ് പേഴ്സണാലിറ്റി ടൈപ്സ് ആർ ക്ലോസ്ലി റിലേറ്റഡ്. പരസ്പരം ഗാഢ ബന്ധമുള്ളതാണ്, ക്ലോസ്ലി റിലേറ്റഡ് ആണ്. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. മ്യൂസിക് തെറാപ്പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ഗുണങ്ങളെക്കുറിച്ചൊക്കെയാണ് സാർ പറഞ്ഞത്. തുടർച്ചയായിട്ട് നമ്മൾ മ്യൂസിക് തെറാപ്പിയുടെ ഗുണങ്ങൾ ആദ്യത്തെ സെഷനായിട്ട് ജോസഫ് ജോൺ സാർ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നു. രണ്ടാമത്തെ സെഷൻ്റെ ഭാഗമായിട്ട് നമ്മളിന്ന് റിമെമ്പർ ചെയ്യുന്നത് സലീൽ ചൗധരി. അദ്ദേഹത്തിൻ്റെ ബർത്ത് ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് നമ്മൾ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ നമ്മുടെ സ്വരത്തിലൂടെ ട്രിബ്യൂട്ട് ചെയ്യുകയാണ്. പ്രധാനമായിട്ടും നമുക്ക് ആരാണ് സലീൽ ചൗധരി എന്നൊന്ന് മനസ്സിലാക്കാം. ആസ് യൂഷ്വൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ കേരളത്തിലെ മാത്രമല്ല, ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രഗത്ഭനായ ഒരു സംഗീത സംവിധായകരിൽ പെട്ട ഒരു വ്യക്തിയാണ്. ബംഗാളി എന്ന ദേശത്തു നിന്നാണ് അദ്ദേഹം കടന്നു വരുന്നത്. ബോംബെ സിനിമാ ലോകത്ത് അദ്ദേഹം വളരെ പെട്ടെന്ന് പ്രശസ്തനായി. തുടർന്ന് ഹിന്ദുസ്ഥാനി, കർണാട്ടിക്കിലുമെല്ലാം പഠിച്ച് കേരളത്തിലേക്കുമൊക്കെ അദ്ദേഹം എത്തി എന്നുള്ളതാണ്. 1922 നവംബർ 19 ബംഗാളിൽ അദ്ദേഹം ജനിച്ചു. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു ഡോക്ടറായിരുന്നു. അസം തോട്ടം മേഖലയിൽ ഡോക്ടറായിരുന്നു. ജോലിക്ക് പുറമെ തോട്ടം തൊഴിലാളികളെ സംഘടിപ്പിച്ച് സംഗീത, നാടക, സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്യുന്ന ഒരു രീതി അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്, പിതാവിൽ നിന്ന് തന്നെയാണ് ഈ ഒരു രംഗത്തേക്ക് അദ്ദേഹം കടന്നു വരുന്നത്. വളരെ പ്രാഗൽഭ്യത്തോടെ വാദ്യോപകരണങ്ങളൊക്കെ ഉപയോഗിക്കാൻ, പ്രത്യേകിച്ച് ഫ്ലൂട്ട് വായിക്കുന്നതിലൊക്കെ അദ്ദേഹം വളരെ തൽപരനായിരുന്നു. വെസ്റ്റേൺ സംഗീതത്തിലുമൊക്കെ അദ്ദേഹം വളരെ കൃത്യമായി ചുവട് വെച്ചിരുന്നു. മലയാളത്തിലേക്ക് കടന്നു വരുമ്പം ഏകദേശം 27 മലയാള ചിത്രങ്ങൾ അദ്ദേഹം സംഗീത സംവിധാനം ചെയ്തു. 1949 മുതൽ നോക്കുമ്പോൾ ഏകദേശം 42 ബംഗാളി ചിത്രങ്ങൾ, 75 ഹിന്ദി ചിത്രങ്ങൾ, 5 തമിഴ് ചിത്രങ്ങൾ, 3 കന്നഡ ചിത്രങ്ങൾ, 6 ഇതര ഭാഷാ ചിത്രങ്ങൾ, 27 മലയാള ചിത്രങ്ങൾ അദ്ദേഹം ചെയ്തു. വസ്തുഹാര, വെള്ളം എന്നീ ചിത്രങ്ങൾക്ക് വേണ്ടി പശ്ചാത്തല സംഗീതം നിർമ്മിച്ചു അദ്ദേഹമാണ്. പ്രധാനപ്പെട്ട പാട്ടുകൾ അല്ലെങ്കിൽ സിനിമകളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ ചെമ്മീൻ, 7 രാത്രികൾ, അഭയം, രാസലീല, സ്വപ്നം, രാഗം, നെല്ല്, നീലപ്പൊന്മാൻ, തോമാസ് ലീഹ എന്നിങ്ങനെ തുമ്പോളി കടപ്പുറം വരെയുള്ള
അനേകം മലയാള ചലച്ചിത്രങ്ങൾ അദ്ദേഹം സംഗീതം നൽകി. 73-ാമത്തെ വയസ്സിൽ 1995 സെപ്റ്റംബർ 5-നാണ് അദ്ദേഹം അന്തരിച്ചത്. അപ്പോൾ ഈ കാലമൊക്കെ അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ച പാട്ടുകൾ ഇപ്പോഴും, പ്രത്യേകിച്ച് മീനിലെ പാട്ടുകളൊക്കെ നമുക്ക് ഇപ്പോഴും നമ്മുടെ ചെവിയിൽ കൃത്യമായി അലയടിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഗായികയായിരുന്നു സബിത ചൗധരി എന്നാണ് അദ്ദേഹത്തിന്. 4 മക്കളുണ്ടായിരുന്നു. അതിൽ മകൾ അന്തരയും മകൻ സഞ്ജയും ഇപ്പോഴും സംഗീത ലോകത്തുണ്ട്. അപ്പോൾ ഈ പാട്ടുകളെ കൃത്യമായിട്ട് നമുക്ക് നമ്മളിലൂടെ തന്നെ ഒന്ന് റീജനറേറ്റ് ചെയ്യാം. ഷബു സാർ. താങ്ക് യു സാബു സാർ. താങ്ക് യു ജോസഫ് ജോൺ സാർ. സംഗീതത്തെ ഒരുപാട് സ്നേഹിക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹ നമസ്കാരം. സൗണ്ട് ഇപ്പോൾ സ്വല്പം കുറവാണോ? ശബ്ദം ഓഡിബിൾ അല്ലേ? ഒന്ന് പറയൂ ആരെങ്കിലും. സൗണ്ട് കുറവാണോ? ഓഡിബിൾ ആണോ ഞാൻ? കുറവാണ് സർ. വോളിയം അല്പം കുറവാണ്. വോളിയം കുറവാണ്. അപ്പം ഒന്ന് ഹെഡ്ഫോൺ ഒന്ന് കൈ പിടിച്ചാൽ മതി. ഇപ്പോൾ എങ്ങനെയാണ്? വോളിയം ഉണ്ടോ? ഇപ്പോഴുണ്ട്. ഉണ്ടല്ലേ? ഓക്കെ. ഒരുപാട് സന്തോഷം. സംഗീതത്തെ ഒരുപാട് സ്നേഹിക്കുന്ന ഈ ഞായറാഴ്ചയിലും സംഗീതത്തെക്കുറിച്ച് കേൾക്കാനും സംഗീതത്തെക്കുറിച്ച് മനസ്സിലാക്കാനും രണ്ടുപേരി പാടാനൊക്കെ എത്തിയിട്ടുള്ള എല്ലാ സംഗീത പ്രേമികൾക്കും എൻ്റെ സ്നേഹ നമസ്കാരം. ജോസഫ് സാർ പറഞ്ഞ് അവസാനിപ്പിച്ചിടുന്ന് ഞാൻ തുടങ്ങാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും ഇഷ്ടഗാനങ്ങൾ എനിക്ക് എപ്പോഴും വലിയൊരു ഇഷ്ടമുള്ള ഒരു സെഗ്മെന്റാണത്. അതായത് നമ്മുടെ ഇഷ്ടഗാനങ്ങൾ മറ്റുള്ളവരുടെയും ഇഷ്ടഗാനങ്ങളാണെന്ന് അറിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം. ഹലോ, എല്ലാവർക്കും അങ്ങനെ തന്നെ. അങ്ങനെ തന്നെയാണ് അല്ലേ? അപ്പൊ തീർച്ചയായിട്ടും ഞാൻ എല്ലാവരോടും ചോദിക്കാറുണ്ട്, നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ഏതാണ്, നിങ്ങളുടെ ടോപ്പ് 10 ഏതാണെന്ന് ഞാൻ പലരോടും ചോദിക്കാറുണ്ട്. കാരണം അവരുടെ ഗാനങ്ങളും നമ്മുടെ ഗാനങ്ങളും ഒരുമിച്ചാവുമ്പോൾ അല്ലേ, പണ്ടൊരു പാട്ടിൽ പറഞ്ഞ പോലെ എൻ്റെ സ്വരവും നിങ്ങളുടെ സ്വരവും ഇത് ചേർന്ന് എന്നൊരു പറഞ്ഞ രീതിയിൽ. അപ്പൊ നമുക്കത് വളരെ ഇഷ്ടമാണ്. അപ്പൊ നിങ്ങളെല്ലാവരും തന്നെ ഈ ഒരു ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ടോപ്പ് 10 ഗാനങ്ങൾ, ഏറ്റവും ഇഷ്ടമുള്ള, ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ഇഷ്ടമുള്ള ഒരു 10 ഗാനങ്ങൾ നമ്മളുടെ ഈ ഗ്രൂപ്പിലൊന്ന് ഷെയർ ചെയ്യാം. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും അതിനെ പറ്റിയൊരു നമുക്കൊരു എപ്പിസോഡ് നമുക്ക് വെക്കാം. നിങ്ങളുടെ ടോപ്പ് 10 ഗാനങ്ങളിൽ നിന്ന് അതിൽ വരുന്ന ടോപ്പ് 10, നിങ്ങൾ എത്ര പേരുണ്ട് ഇപ്പൊ ഇതിൽ? 22 പേരുണ്ടല്ലേ? 22 പേരും നിങ്ങൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള 10 ഗാനങ്ങൾ, മലയാള ഗാനങ്ങൾ എഴുതി അയക്കും. അതിൽ നിന്ന് എല്ലാവരുടെയും പൊതുവായിട്ടുള്ള ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടുന്ന 10 ഗാനങ്ങളെ എടുത്ത് നമുക്ക് ഒരു എപ്പിസോഡ് നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും വയ്ക്കാം. വളരെ രസകരമായിരിക്കുമെന്ന് തോന്നുന്നു. ഞാൻ ഓഡിബിൾ അല്ലേ സാർ? അതെ അതെ, ഓക്കെ. അപ്പൊ ഇന്ന് നമ്മള് സലീൽ ചൗധരി സാറിനെയാണ് നമ്മൾ അനുസരിക്കുന്നത്. സലീൽ ചൗധരി സാറിന്റെ പാട്ടുകൾ കേട്ടാൽ ഏത് നിമിഷം കേട്ടാലും അത് അറിയാൻ പറ്റും, അത് സലീൽ ചൗധരിയുടെ ഈണമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത്രയും ഒരു പ്രത്യേകതയുണ്ട് അദ്ദേഹത്തിന്റെ സംഗീതം. ദേവരാജൻ മാസ്റ്റർ ഒരിക്കൽ പറഞ്ഞിരുന്നു, ഇദ്ദേഹത്തിന്റെ സംഗീതം ഒരിക്കലും ആർക്കും അനുകരിക്കാൻ സാധിക്കില്ല. അതായത് ഒരു ഈസ്റ്റേൺ, നമ്മൾ വെസ്റ്റേൺ ഉണ്ട്, കർണാട്ടിക് സംഗീതമുണ്ട്, ഹിന്ദുസ്ഥാനി സംഗീതമുണ്ട്, ഒരു ഈസ്റ്റേൺ സംഗീതം കൂടി കൂട്ടിക്കലർത്തിയിട്ടാണ് അദ്ദേഹം, അതായത് ബംഗാളിലത്തെ ഫോക്ക്, ഇതൊക്കെ ചേർത്തിട്ടാണ് അദ്ദേഹത്തിന്റെ ഈണങ്ങൾ. ഒരു ഈണവും നമുക്ക് മാറ്റിവെക്കാൻ പറ്റുന്നത്. സാബു സാർ നേരത്തെ പറഞ്ഞ 27 മലയാള ഗാനങ്ങൾക്കാണ് അദ്ദേഹം ഈണം പകർന്നത്. ഹിന്ദിയിൽ അദ്ദേഹം 75ഓളം ഗാനങ്ങൾക്ക് ഈണം പകർന്നു. അപ്പൊ സിനിമകൾക്കാണ് സാറേ, സിനിമകൾക്ക്. അപ്പൊ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ അന്യഭാഷയിൽ നിന്ന് വന്ന ഒരു സംഗീത സംവിധായകനാണ്, സംഗീതം പകർന്ന ഒരു സംഗീത സംവിധായകനാണ് നമുക്ക് സലീൽ ചൗധരി കാണാൻ സാധിക്കും. മറ്റുള്ളവരൊക്കെ ഇത്രയധികം ഗാനങ്ങൾ, സിനിമകൾക്ക് ഒരിക്കലും സംഗീതം നൽകിയില്ല. അപ്പൊ നമ്മൾ ബോംബെ രവിയൊക്കെയാണ്. ബോംബെ രവി ഹിന്ദിയിൽ നിന്ന് വന്നതാണ്. അദ്ദേഹം ഏകദേശം ഒരു 15ഓളം ചിത്രങ്ങൾക്കാണ് അദ്ദേഹം മലയാളത്തിൽ ഈണം പകർന്നത്. പക്ഷേ സലീൽ ചൗധരി 27 ചിത്രങ്ങൾക്ക് ഈണം പകർന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം എത്രമാത്രം മലയാളികളുടെ ഉള്ളിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ ഒരാളാണെന്ന് നമുക്ക്
സാധിക്കാനായിട്ട് പറ്റും. എല്ലാ ഗാനങ്ങളും അദ്ദേഹത്തിന്റെ ഹിന്ദി ഗാനങ്ങളും. ആർക്കെങ്കിലും അദ്ദേഹത്തിന്റെ ഒരു ഹിന്ദി ഗാനം ഓർമ്മ വരുന്നുണ്ടോ? ഒന്ന് മൂളാമോ? ഏതെങ്കിലും സലീൽ ചൗധരിയുടെ ഓർമ്മ വരുന്നുണ്ടോ ആർക്കെങ്കിലും ഒരു ഹിന്ദി ഗാനം? ഹിന്ദി ഗാനം പാടാൻ ഒരാളുണ്ട് ഇവിടെ. അജിത് കുമാർ സാർ ഒന്ന് പാടൂ. ആ, ഹിന്ദി ഗാനം ആ, അദ്ദേഹത്തിന്റെ സലീൽ ചൗധരിയുടെ ഞാൻ രണ്ട് ലൈൻ പാടാം സാറേ, തൊണ്ട അത്ര രണ്ട് വരി ക്ലിയർ ആയിട്ടില്ല. ഓക്കെ. रातों के साए घने जब पूछ दिल भर मेरे, ना तो जले बाकी ना हो कोई साथी, फिर भी ना डर अगर എനിക്ക് മേലോട്ട് അത്ര പാടാൻ പറ്റില്ല കേട്ടോ. ആ, ഈ ഒരു ഈണത്തിൽ മലയാളം ഒരു ഗാനം ഉണ്ട് അല്ലേ? മലയാളത്തിൽ സ്വപ്നം മൂവിയിലുള്ള പാട്ട്. അത് അതെ, നീ വരൂ കാവ്യദേവത. ഇത് അപരാജിതാന്നോ എന്ന് പറഞ്ഞിട്ടൊരു ഹിന്ദി പാട്ട് മൂവിയിലാണ്. ഒരുപാട് അദ്ദേഹത്തിന്റെ ബംഗാളി ഗാനങ്ങളാണ് കൂടുതൽ. മലയാളത്തിലേക്ക് കടമെടുത്തിരിക്കുന്നത് ബംഗാളി ഗാനങ്ങളാണ് കൂടുതലായിട്ട് അദ്ദേഹം ഈ ഒരു മലയാളത്തിലേക്ക് എടുത്തിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യയും വളരെ മനോഹരമായിട്ടുള്ള സബിത ചൗധരി എല്ലാ പാട്ടുകളൊക്കെ പാടിയിട്ടുണ്ട്. വൃശ്ചികപ്പെണ്ണേ ആ പാട്ടൊക്കെ പാടിയിരിക്കുന്ന അതാണ്. നീ ആ പാട്ട്. ഒരു മുഖം മാത്രം കണ്ണിൽ, ശ്രീകുമാരൻ തമ്പിയുടെ പ്രസിദ്ധ ഗാനം. രാക്കുയിൽ ഉറങ്ങും, അതൊക്കെ അദ്ദേഹത്തിന്റെ ഭാര്യയും, അതായത് ഭർത്താവ് സംഗീത സംവിധായകൻ, ഭാര്യ ഗായിക. എന്തൊരു മനോഹരം അല്ലേ? എന്തൊരു ബ്ലെസ്ഡ് ഫാമിലിയാണെന്ന് നോക്കൂ. അങ്ങനെയൊക്കെ പാടുവാൻ ഭാഗ്യം ഉണ്ടാകും. അത്രയും അനുഗ്രഹീതനായിട്ടുള്ള ഒരു കലാകാരനായിരുന്നു സലീൽ ചൗധരി. നമുക്ക് അദ്ദേഹത്തിന്റെ ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞു, മറ്റു പല ഭാഷയിൽ നിന്നും ഒരുപാട് സംഗീതജ്ഞർ, ഇപ്പൊ ഹിന്ദിയിൽ നിന്ന് പ്രത്യേകിച്ച് ഒരുപാട് സംഗീതജ്ഞര് നമ്മുടെ മലയാളത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പൊ ബോംബെ രവി വന്നിട്ടുണ്ട്, നൗഷാദ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ പലരും വന്നിട്ടുണ്ട്. പക്ഷെ ഇത്ര അധികം ഗാനങ്ങളൊന്നും അവർ ചെയ്തിട്ടില്ല. അവർ ഒന്നോ രണ്ടോ ഗാനങ്ങൾ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ സിനിമകളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അതിലൊരു അപവാദം എന്ന് പറയുന്നത് ബോംബെ രവി മാത്രമാണ്. ഹരിഹരൻ കൊണ്ടുവന്ന നഖശതങ്ങൾ പഞ്ചാഗ്നി എന്ന ചിത്രത്തിലൂടെ അവതരിപ്പിച്ച ബോംബെ രവി പിന്നീട് മലയാളികളുടെ എന്താ പറയുക ഒരു സ്വകാര്യ അഹങ്കാരമായി എന്ന് പറയല്ലോ നമുക്ക്. 16ഓളം ചിത്രങ്ങൾ ചെയ്യണം. പിന്നെ ഉഷാഖന്ന വന്നിട്ടുണ്ട്, ബാപ്പിലാഹിരി വന്നിട്ടുണ്ട്, രവീന്ദ്ര ജെയിൻ, കണ്ടു കാണാത്ത രവീന്ദ്ര ജെയിൻ, യേശുദാസിനെ കൊണ്ട് പാട്ടുകളൊക്കെ പഠിച്ച രവീന്ദ്ര ജെയിനൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ സലീൽ ചൗധരി ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് അത് ഇപ്പോഴും മലയാളത്തിൽ നമുക്ക് ആ ഗാനങ്ങളിലൂടെ, അദ്ദേഹത്തിന്റെ ഗാനങ്ങളിലൂടെ നമുക്ക് പോകാം. ഹിന്ദി ഒരുപാട് ഗാനങ്ങൾ, മധുരമായിട്ടുള്ള ഗാനങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിനിടയ്ക്ക് നമുക്ക് ഓരോ ഗാനങ്ങൾ നമുക്ക് എത്തിച്ചു നോക്കാം. ആദ്യമായിട്ട് സാറ് കൊടുത്തിരിക്കുന്നത് കദളി കൺകദളി നെല്ല് എന്നുള്ള ചിത്രത്തിൽ നിന്നുള്ള ഒരു ഗാനമാണ്. ഈ ഗാനം പാടിയിരിക്കുന്നത് ഇന്ത്യയുടെ വാനമ്പാടി, എന്താ പറയുക, ലതാ മങ്കേഷ്കർ അല്ലെ. ലതാ മങ്കേഷ്കർ മലയാളം പാടാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിയെന്നാണ് കേട്ടിരിക്കുന്നത്. ആള് വരില്ല എന്നൊക്കെ പറഞ്ഞിരുന്നതാണ്. ഈ ഭാഷ അത്രയും വശമില്ലാത്ത, അതുകൊണ്ട് പക്ഷെ കുറച്ച് ബുദ്ധിമുട്ടിയാണെങ്കിലും നെല്ല് ഈ മനോഹരമായിട്ടുള്ള ഈ പാട്ട് മലയാളത്തിന് വേണ്ടി ലതാ മങ്കേഷ്കർ പാട്ട്. അപ്പൊ രണ്ട് വലിയൊരു കലാകാരന്മാർ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയർന്ന കലാകാരന്മാരുടെ ഒരു സൃഷ്ടിയാണ് ഈ ഒരു പാട്ട്. കദളി കൺകദളി ചെങ്കദളി പൂവേണോ. ആരംഭിക്കാം. ആരെങ്കിലും പാടൂ. അൺമ്യൂട്ട് പാടൂ. ശൈലമാം പാടിക്കോളൂ. കദളി കൺകദളി ചെങ്കദളി പൂവേണോ, കവിളിൽ പൂമതമുള്ളൊരു പെൺപൂവേണോ പൂക്കാരാ. കദളി കൺകദളി ചെങ്കദളി പൂവേണോ, കവിളിൽ പൂമതമുള്ളൊരു പെൺപൂവേണോ പൂക്കാരാ. മുകളിൽ ജില് 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 ജിങ്കിലമോടെ മുകിൽ പൂ പിടർത്തും പൊൻകുടക്കിഴേ. മുകളിൽ ജില് 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 ജിങ്കിലമോടെ മുകിൽ പൂ പിടർത്തും പൊൻകുടക്കിഴേ. വരില്ലേ നീ വനമാലി, തരില്ലേ താമരത്താലി, തെയ്യാറി തെയ്യാറി താറിയേ. കദളി കൺകദളി ചെങ്കദളി പൂവേണോ, കവിളിൽ പൂമതമുള്ളൊരു പെൺപൂവേണോ പൂക്കാരാ. കിളികൾ വളകിലുക്കണ വള്ളിയൂർക്കാവിൽ
കളഭം പൊഴിയും ഇക്കിളിക്കൂട്ടിൽ കിളികൾ വളകിലുക്കണ വള്ളിയൂർക്കാവിൽ. കളഭം പൊഴിയും ഇക്കിളിക്കൂട്ടിൽ ഉറങ്ങും നിത്യമെന്മോഹം ഉണർത്തും വന്നൊരു തെയ്യാറി തെയ്യാറി താരേ. കദളി കൺകദളി ചെങ്കദളി പൂവേണോ കവിളിൽ പൂമലമൊരു പെൺപൂ വേണോ പൂഹാര. താങ്ക് യു സർ. താങ്ക് യു, താങ്ക് യു. ഞാൻ പാടട്ടെ അടുത്തത്. ഞാൻ ആദ്യം പാടി. തൊട്ട്. കദളി ചെങ്കദളി കൺകദളി പൂവേണു കവിളിൽ പൂമതമുള്ളൊരു പെൺപൂ വേണോ പൂക്കാര. മുകളിൽ ജിൽ 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 ജിങ്കിലമോടെ മുകിൽ പൂവിടത്തും പൊൻകുടക്കീഴേ. വരില്ലേ നീ വനമാലി തരില്ലേ താമരത്താലി തെയ്യാരെ തെയ്യാരെ താരി. കദളി കൺകദളി ചെങ്കദളി പൂവേണോ കവിളിൽ പൂമതമുള്ളൊരു പെൺപൂ വേണോ പൂക്കാര. കിളികൾ വളകിലുക്കണ വള്ളിയൂർക്കാവിൽ കളഭം പൊഴിയും ഇക്കിളിക്കൂട്ടിൽ ഉറങ്ങും നിത്യമെന്മോഹം ഉണർത്തും വന്നൊരു നാണം തെയ്യാരി തെയ്യാരി താരി തെയ്യാരി തെയ്യാരി താരി. താങ്ക് യു. അടുത്ത ആരാ പാടുന്നത്? ഒരു 4 വരി പാടും. ഞാനൊന്ന് പാടി നോക്കട്ടെ. ഓക്കെ. ഇത് മുഴുവൻ പാടണം. മുഖക്കുരു. മുത്തുകൾ പോലെ മുളമ്പോ മയങ്ങും മഞ്ചും നിവർത്തി വീണ്ടുമെന്നെഞ്ചും തെയ്യാറെ തെയ്യാറെ താരേ. കദളി കൺകദളി ചെങ്കദളി പൂവേണോ കവിളിൽ പൂമതമുള്ളൊരു പെൺപൂ വേണോ പൂക്കാര. താങ്ക് യു. അടുത്ത ലളിത മങ്കേഷ്കർ വരൂ. പാട് പാട്. കദളി കൺകദളി ചെങ്കദളി പൂവേണോ കവിളിൽ പൂമതമുള്ളൊരു പെൺപൂ വേണോ. കദളി കൺകദളി ചെങ്കദളി പൂവേണോ കവിളിൽ പൂമതമുള്ളൊരു പെൺപൂ വേണോ പൂക്കാര. അടുത്ത സ്റ്റാൻസ ബീന മാം പാടിക്കും. കിളികൾ വളകിലുക്കണ വള്ളിയൂർക്കാവിൽ കളഭം പൊഴിയും ഇക്കിളിക്കൂട്ടിൽ കിളികൾ വളകിലുക്കണ വള്ളിയൂർക്കാവിൽ കളഭം പൊഴിയും ഇക്കിളിക്കൂട്ടിൽ ഉറങ്ങും നിത്യമെന്മോഹം ഉണർത്തും വന്നൊരു നാണം തെയ്യാറി തെയ്യാറി താരേ. താങ്ക് യു സർ. ഷേർലി മാം. മുളയ്ക്കും കുളിർ മൂകക്കുരു മുത്തുകൾ പോലെ മുളമ്പോ മയങ്ങും കുന്നിനും താഴെ മുളയ്ക്കും കുളിർ മൂകക്കുരു മുത്തുകൾ പോലെ മുളമ്പോ മയങ്ങും കുന്നിനു താഴെ നിനക്കേ തൂവലിൻ മഞ്ചം നിവർത്തി വീണ്ടുമൻ നെഞ്ചം തെയ്യര തെയ്യര താരൻ കദളി പൂവേണോ കവിളിൽ പൂമതമുള്ളൊരു പെൺപൂ വേണോ പൂക്കാര. കദളി ചെങ്കദളി കൺകദളി പൂവേണോ കവിളിൽ പൂമതമുള്ളൊരു പെൺപൂ വേണോ പൂക്കാര. താങ്ക് യു. ജോഷി സാറുണ്ടോ? ഉണ്ട്. ആ പാടിക്കും. കൺകദളി ചെങ്കദളി പൂവേണോ കവിളിൽ പൂമുഖമുള്ളൊരു പെണ്ണാണോ പൂക്കാര. ഓക്കെ, ഇനി ആർക്കെങ്കിലും പാടാനുണ്ടെങ്കിൽ പാടിക്കോ. അൺമ്യൂട്ട് ചെയ്യൂ. അൺമ്യൂട്ട് ചെയ്ത് എനിക്ക് കാണാം, ഞാൻ പേര് വിളിക്കാം.
ഓമന മാം ഇടയ്ക്ക് മ്യൂട്ട് ചെയ്തായിരുന്നല്ലോ. കിളികൾ വളകിലുക്കണ വെള്ളിയൂർ കാവിൽ കളഭം പൊഴിയും ഇക്കിളിക്കൂട്ടിൽ ഉറങ്ങും നിത്യമെന്മോഹം ഉണർത്തും ഒന്നൊരു നാണം തെയ്യാറെ തെയ്യാറെ താരേ. ഓക്കെ, താങ്ക് യു. വരാറില്ലെങ്കിൽ നമുക്ക് അടുത്ത പാട്ടിൽ പോകാം. ഓക്കെ, താങ്ക് യു. അദ്ദേഹത്തിന്റെ ഹിന്ദി ഗാനങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അടുത്ത ഗാനം ഈ ഗാനം ഇട്ടോളൂ സാറ്. അടുത്ത ഗാനം ഉണ്ടല്ലോ, മലർപ്പൊടി പോലെ. സാബു സാർ അടുത്ത ഗാനം മലർപ്പൊടി പോലെ. അത് കഴിഞ്ഞിട്ട് ഈ ഗാനം ഇടാം, മലർപ്പൊടി പോലെ. ഓക്കെ, ഇതിന്റെ തൊട്ടടുത്ത ഗാനം. ഓക്കെ. അപ്പൊ അദ്ദേഹത്തിന്റെ നമ്മൾ ഹിന്ദി ഗാനങ്ങൾ നേരത്തെ പറഞ്ഞു, മനോഹരമായിട്ടുള്ള ഹിന്ദി ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം സംഗീതം ഈണം പകർന്നിട്ടുണ്ട്. ആനന്ദ് എന്നുള്ളൊരു ചിത്രത്തില് അനശ്വരമാക്കിയിട്ടുള്ള ഒരു ഗാനം നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായി. കഹീ ദൂർ ജബ് ദിൻ ചൽ ജായി सांझ की दुल्हन बदन चुराई चुपके से आई मेरे ख्यालों के आंखों में कोई सपनों के दीप जलाई कहीं दूर जब दिन चल जाए सांझ दुल्हन बदन चुराई किसी आई मेरे ख्यालों के आंगन में कोई सपनों की दीप जलाई മുകേഷ് ഹിന്ദി ഗാനങ്ങളിൽ, അതായത് കുറച്ച് ശോക ഗാനങ്ങളൊക്കെ അതിമനോഹരമായിട്ട് പാടുന്ന ഒരു ഗായകനായിരുന്നു മുകേഷിന്റെ മനോഹരമായിട്ടുള്ള ഒരു ഗാനം. ഈ ഗാനം കേട്ടവരാരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഈ ഗാനം? ഉണ്ട് സാർ, ഉണ്ട്, കേട്ടിട്ടുണ്ട്. അടുത്തത് നമുക്ക് പറഞ്ഞത് മലർക്കൊടി പോലെ വർണ്ണ പോലെ. അപ്പൊ സലിൽ ചൗധരിയുടെ ഗാനങ്ങൾ പ്രധാനമായിട്ട് എഴുതിയിരിക്കുന്ന ONV ആണ്, കൂടുതലായിട്ട് എഴുതിയിരിക്കുന്ന ONV ആണ്. അപ്പൊ ഈ ഒരു ചിത്രത്തിൽ, വിഷുക്കണി എന്നൊരു ചിത്രത്തില് ശ്രീകുമാരൻ തമ്പി ആദ്യമായിട്ട് അദ്ദേഹം ഗാനരചന ശ്രീകുമാരൻ തമ്പിയാണ്. അപ്പൊ സലിൽ ചൗധരിക്ക് ശ്രീകുമാരൻ തമ്പിയെ അത്ര ബോധിച്ചില്ല കണ്ടപ്പോ. ആരാണ് ലിറിക്സ് എന്ന് ചോദിച്ചപ്പോ ഒരു പുതിയ ആളാണ്, ശ്രീകുമാരൻ തമ്പിയാണ് എന്ന് പറഞ്ഞ് സലിൽ ചൗധരിയുടെ അടുത്ത് പരിചയപ്പെടുത്തി കൊടുത്തു. അപ്പൊ അദ്ദേഹം വലിയ കാര്യമായിട്ട് മൈൻഡ് ചെയ്തില്ല ശ്രീകുമാരൻ തമ്പിയെ. അപ്പൊ പ്രൊഡ്യൂസറിനോട് അദ്ദേഹം പറയുകയും ചെയ്തു, നമുക്ക് ഇദ്ദേഹത്തെ മാറ്റി ONVയോ അല്ലെങ്കിൽ വയലാറിനെയോ വേണം, വെക്കാം എന്ന് പറഞ്ഞു. പക്ഷേ അവര് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ശ്രീകുമാരൻ തമ്പി എന്നുള്ളൊരു ആളെ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവർക്ക് അതിൽ നിന്ന് പിന്മാറാനായിട്ട് അവർക്ക് സാധിച്ചു. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെയാണ് സലിൽ ചൗധരി ശ്രീകുമാരൻ തമ്പിയായിട്ട് ഈ ആ ഗാനം സഹകരിച്ചത്. പക്ഷെ അദ്ദേഹം ഒരു പണി കൊടുത്തു ശ്രീകുമാരൻ തമ്പി. എന്താ പണി കൊടുത്തത്? നിങ്ങൾക്ക് ആ ഗാനം കാണാം. അതിന്റെ ഒരു പല്ലവി നോക്കൂ. ആ പല്ലവി എവിടെയാണ് അവസാനിക്കുന്നത്? മലർക്കൊടി പോലെ വർണ്ണത്തുടി പോലെ മയങ്ങൂ നീ എൻ മടിമേലേ മയങ്ങൂ എൻ മടിമേലേ മലർക്കൊടി പോലെ വർണ്ണത്തുടി പോലെ മയങ്ങൂ നീ എൻ മടിമേലേ മയങ്ങൂ നീ എൻ മടിമേലേ അമ്പിളി നിന്നെ പുൽകി അമ്പരം പൂകി ഞാൻ മേഘമായി നിറസന്ധ്യയായി ഞാൻ ആരോമലി വിടർന്നിന്നിൽ പൊൻതാരമായി ഉറങ്ങൂ കനവ് കൊണ്ടുണരാനാ
ഉഷത്തണിയുമ്പോൾ മലർക്കൊടി പോലെ വർണ്ണത്തുടി പോകി മയങ്ങൂതിയ മടിമേലേ ആരിരോ ആരിരാര. ഞാനിപ്പോ പാടിയത് എന്താണ്? ഞാനൊരു പാടിയത് ഗാനത്തിന്റെ പല്ലവിയാണ് പാടി. ഇത് മുഴുവൻ പല്ലവിയാണ് ഗാനത്തിന്റെ. അപ്പൊ സലിൽ ചൗധരി ശരിക്കൊരു പണിയാണ് ശ്രീകുമാരൻ തമ്പിക്ക് കൊടുത്തത്. ഇത്രയും വലിയൊരു പല്ലവി കൊടുത്തിട്ടാണ് ട്യൂണുള്ള. സലിൽ ചൗധരി ആദ്യം എന്ത് പാട്ട് എഴുതിയിട്ടല്ല ട്യൂൺ ചെയ്യുന്നത്. സലിൽ ചൗധരിയാണ് ഇതിൽ മലയാളത്തിൽ ആദ്യമായിട്ട് കൊണ്ടുവന്നത്. ഈളം ഇട്ട് കഴിഞ്ഞ് പാട്ടുകൾ എഴുതാനാണ് ഈ ഒരു സിസ്റ്റം അദ്ദേഹമാണ് കൊണ്ടുവന്നത്. കാരണം അദ്ദേഹത്തിന് ഭാഷ വശമില്ല. അതുകൊണ്ട് സാധാരണ 2 വരി 4 വരിയൊക്കെയാണ് ഒരു പാട്ടിന്റെ പല്ലവി എന്ന് പറയുന്നത്. പിന്നെ ചരണം ഒരു 4 വരി, അല്ലെങ്കിൽ അനുപല്ലവി ഒരു 4 വരി. ആ രീതിയിലാണ് അതിന്റെ ഒരു സ്ട്രക്ചർ, ഒരു പാറ്റേൺ പോകുന്നത്. പക്ഷേ സലിൽ ചൗധരിക്ക് ശ്രീകുമാരൻ തമ്പിയെ വലിയ പിടിച്ചില്ല. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു, ഇവനൊരു പണി കൊടുക്കാമെന്ന് വെച്ചിട്ടാണ് ഇത്രയും വലിയൊരു പല്ലവി അദ്ദേഹത്തിന് കൊടുത്തത്. പക്ഷെ ശ്രീകുമാരൻ തമ്പി ആരംഭമാണ്. ഗാനങ്ങളുടെയൊക്കെ രാജകുമാരനാണ് ശ്രീകുമാരൻ തമ്പി. എങ്ങനെ കൊടുത്താലും ആള് 4 കല്ല വീഴും. മനോഹരമായിട്ടുള്ള ഒരു പല്ലവിയാണ് ശ്രീകുമാരൻ തമ്പി ഈ ഒരു പാട്ടിന് കൊടുത്തത്. അതാണ് ഈ മനോഹരമായിട്ടുള്ള വിഷുക്കണിയിലെ എല്ലാ പാട്ടും വളരെ മനോഹരമായിട്ടുള്ള പാട്ടാണ്. നേരത്തെ സാറ് ആദ്യമായിട്ട് പൂവിളി പൂവിളി അതൊക്കെ അവിടുത്തെ പാട്ടുകളാണ്. അപ്പൊ പാടിക്കോളൂ. മലർക്കൊടി പോലെ. ഈ ഇത്രയും വലിയൊരു പല്ലവി നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഇത്രയും വലിയൊരു പല്ലവി? കേട്ടിട്ടുണ്ടോ? ഇല്ല സാറേ. ആ, ഏറ്റവും നിങ്ങൾ കേട്ട ഏറ്റവും ചെറിയൊരു പല്ലവി പറയാമോ? ഏറ്റവും ചെറിയ പല്ലവി. ഇന്നലെ ഏതോ ഒരു പാട്ട് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇത്രയും വലിയൊരു പല്ലവിയാണ് ശ്രീകുമാരൻ തമ്പിക്ക് കൊടുത്തത്. അപ്പൊ അദ്ദേഹം അത് മനോഹരമായിട്ട് അതിനെ എഴുതി. പാടിക്കൊള്ളും മനോഹരമായിട്ടുള്ള. ഇതൊക്കെ അദ്ദേഹത്തിന്റെ സിഗ്നേച്ചർ പാട്ടുകളാണ്. എവിടെ കേട്ടാലും ഏത് മലർക്കൊടി പോലെ വർണ്ണത്തുടി പോലെ, മലർക്കൊടി പോലെ വർണ്ണത്തുടി പോലെ, മയങ്ങൂ നീ എൻ മടിമേലെ, മയങ്ങൂ നീ എൻ മടിമേലെ, അമ്പിളി മേഘമായി നിറസന്ധ്യയായി ഞാൻ ആരോമലെ പിടന്നെന്നിൽ നീയൊരു പൊൻതാരമായി, ഉറങ്ങൂ കനവു കണ്ടുണരാനാ ഉഷസ്സണയുമ്പോൾ, മലർക്കൊടി പോലെ വർണ്ണത്തുടി പോലെ, മയങ്ങൂ നീ എൻ മടിമേലെ, മയങ്ങൂ നീ എൻ മടിമേലെ. താങ്ക് യു. ഞാൻ പാട്ടെ സാർ. പാടിക്കോളൂ. മലർക്കൊടി പോലെ വർണ്ണത്തുടി പോലെ, മലർക്കൊടി പോലെ വർണ്ണത്തുടി പോലെ, മയങ്ങൂ നീ എൻ മടിമേലെ, മയങ്ങൂ നീ എൻ മടിമേൽ, അമ്പിളി നിന്നെ പുൽകി അമ്പരം പൂകിയാൻ മേഘമായി നിറസന്ധ്യയായി ഞാനാരോമലെ വിടന്നിൽ പൊൻതാരമായി, ഉറങ്ങൂ കനവു കണ്ടുണരാനായുഷസണയും, മലർക്കൊടി പോലെ വർണ്ണത്തുടി പോലെ, മയങ്ങൂ നീ എൻ മടിമേലെ, ആരിരോ ആരിരാരോ. താങ്ക് യു സർ. ഓമന മാം ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പാടൂ. ഇനി പാടുന്നവർ അനുപല്ലവി ചരണമോ പാടിക്കോ കേട്ടോ. ഓമന മാം ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പാടും. ആദ്യത്തെ പരിപാടി ആദ്യം പാടാം. പാടിയോ. മലർക്കൊടി
വർണ്ണത്തുടി പോലെ മലർക്കൊടി പോലെ വർണ്ണത്തുടി പോലെ മയങ്ങൂ നീ എൻ മടിമേലെ മയങ്ങൂ നീ എൻ മടിമേലെ മലർക്കൊടി പോലെ വർണ്ണത്തുടി പോലെ മയങ്ങൂ നീ എൻ മടിമേലെ മയങ്ങൂ നീ എൻ മടിമേലെ. സാറ് താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു. പിന്നെ ആരോ പാടാൻ വന്നിരുന്നല്ലോ, ശ്രീകുമാരി മാം ആണെന്ന് തോന്നുന്നു. അതുപോലെ അജിത് സാറിന്റെ വയലിനിൽ ഒരു പാട്ട് വായിക്കണം കേട്ടോ. ഈ പാട്ട് തന്നെ വായിച്ചു ഞാൻ നാലുപേര് പാടാം സാറേ, നാലുപേര് പാടാം. ഇത് തന്നെ പാടാമോ? ഇത് പാടിക്കഴിഞ്ഞിട്ടാട്ടെ, ഇത് തന്നെ ശരി വായിക്കാം. ശരി, ശ്രീകുമാരി മാം പാടിക്കോ. മലർപ്പൊടി ശ്രീകുമാരി മാം പാടിക്കോ. പോലെ വർണ്ണത്തൊടി പോലെ മലർക്കൊടി പോലെ വർണ്ണത്തൊടി പോലെ മയങ്ങൂ നീ എൻ മടിമേലെ മയങ്ങൂ നീ എൻ മടിമേലെ അമ്പിളി നിന്നെ പുൽകി അമ്പരം പുകി ഞാൻ മേഘമായി മലർക്കൊടി പോലെ വർണ്ണത്തൊടി പോലെ. താങ്ക് യു സാർ. അടുത്ത പാട്ട് സാർ പാടിക്കും. സാർ പാടിക്കോളൂ. സാർ ഒരാളൂടെ പാടിക്കഴിയുമ്പോഴത്തേക്ക് ഒരാളുടെ പാടിക്കഴിഞ്ഞിട്ട്. ഓക്കെ, വേറെ ആരെങ്കിലും പാടാനുണ്ടെങ്കിൽ പാടും. മലർക്കൊടി പോലെ. യെസ്, പഠിക്കും. അടുത്ത വരി സലിജ വർണ്ണത്തുടി പോലെ മലർത്തുടി പോലെ വർണ്ണത്തുടി പോലെ മയങ്ങോ നീ എൻ മടി പോലെ മയങ്ങോ നീ എൻ മടിമേലെ മലർക്കൊടി പോലെ വർണ്ണത്തുടി പോലെ മയങ്ങൂ നീ എൻ മടിമേലെ മയങ്ങൂ നീ എൻ മടിമേലെ. മലർക്കൊടി പോലെ വർണ്ണത്തുടി പോലെ മലർക്കൊടി പോലെ വർണ്ണത്തുടി പോലെ മയങ്ങൂ നീയൻ മടിമേലെ മയങ്ങൂ നീയൻ മടിമേലെ മലർക്കൊടി പോലെ വർണ്ണത്തുടി പോലെ മയങ്ങൂ നീയൻ മടിമേലെ മയങ്ങൂ നീയൻ മടിമേലെ. ഓക്കെ, ഷേർലി മാം. അമ്പിളി നിന്നെ പുൽകി അമ്പരം പൂകി ഞാൻ മേഘമായി നിറസന്ധ്യയായി ഞാൻ ആരോമലെ വിടർന്നെന്നിൽ നീയൊരു പൊൻതാരമായി ഉറങ്ങൂ കനവു കണ്ടുണരാനായി ഉഷസണയുമ്പോൾ മലർക്കൊടി പോലെ വർണ്ണത്തുടി പോലെ മയങ്ങൂ നീ എൻ മടിമേലെ ആരീരോ രാരോ. താങ്ക് യു. ബീന മാം. ഷെല്ല മാം ആണോ? ഒന്ന് പഠിക്കും. ഷെല്ല മാം പഠിക്കും. ഞാൻ അടുത്ത വരിയില്ല സാർ, അടുത്ത വരി ഓക്കെ. കണ്ടു. അടുത്ത വരിയെന്ന് വെച്ചാൽ ഇതാണ്, ഇത്രേ ഉള്ളൂ. നിന്റെ മടിയെന്നും നിന്റെ മടിയെന്നും നിന്റെ പൂമഞ്ചും
നിന്മനമെന്നുമെൻ പൂങ്കാവനം ഈ ജന്മത്തിലും വരും ജന്മത്തിലും ഇനിയും താരാട്ടായൊഴുകണമേ മധുസ്വനം പോലെ മണിസ്വനം പോലെ മയങ്ങൂ നീ എൻ മടിമേലേ മയങ്ങൂ നീ എൻ മടിമേലേ ആരിരോ ആരിരാരോ ആരിരോ ആരിരാരോ. നല്ല വേഴ്സാണ്. ബീന പോൾ മാമും കൂടെ പാടും. അതിനുശേഷം അജിത് സാറ് പാടും. സാർ വയലിൽ പാടും. ബീന മാം പാടുന്നുണ്ടോ? ആ. യെസ്. അമ്പിളിൽ നിന്നെ പുൽകി അമ്പരം പുകി ഞാൻ മേഘമായി നിറസന്ധ്യയായി ഞാൻ ആരോമലെ വിടർന്നിന്നിൽ നീയൊരു പൊൻതാരമായി ഉറങ്ങൂ കനവു കൊണ്ടുണരാനായുഷസണയുമ്പോൾ മലർക്കൊടി പോലെ വർണ്ണത്തുടി പോലെ മയങ്ങൂ നീ എൻ മടിമേലേ ആരിരോ ആരിരാരോ. താങ്ക് യു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അജിത് സാറിനെ വിളിക്കാം. അജിത് സാർ. ആ സാറേ, സെക്കൻഡ് സാറേ, ക്ലിയർ ആണോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം. നല്ല ക്ലിയർ ആണല്ലോ. പ്രോബ്ലം ഉണ്ട്. ഹൈ ഫ്രീക്വൻസി വരുമ്പോഴേ ഇച്ചിരി പ്രശ്നമാണ്. അതെ അതെ, നെറ്റിന്റെ സാർ, താങ്ക് യു സാർ, താങ്ക് യു എവരിവൺ. കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഹൈ ഫ്രീക്വൻസി വരുമ്പോൾ ചെറിയടുത്ത് മിസ്സാവുന്നുണ്ട്. താങ്ക് യു അജിത് സാർ. ഒരുപാട് സന്തോഷം. എന്തായാലും നമ്മുടെ Thank you, sir. ഫ്ലോറിനെ Thank you. വയലിൻ സ്വരമാതിരി കൊണ്ട് ധന്യമാക്കിയ
അജിത് സാറിന് ഒരുപാട് നന്ദി. ശരിയായി കേൾക്കാൻ കഴിഞ്ഞില്ല എങ്കിലും വയലിൻ കൊണ്ടുവന്ന് ഇവിടെ അവതരിപ്പിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം അറിയിക്കുന്നു. അതുപോലെ തന്നെ മനുഷ്യന്റെ വികാരങ്ങളെ ഒരുപാട് നല്ല രീതിയിൽ റിലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സംവദിക്കാൻ പറ്റിയൊരു ഇൻസ്ട്രുമെന്റ് ആണ് വയലിൻ എന്ന് പറയുന്നത്. അപ്പൊ അതിലൂടെ തന്നെ പല കാര്യങ്ങളും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് വയലിൻ എന്ന് പറയുമ്പോൾ സ്വരങ്ങൾ അടയാളപ്പെടുത്താത്ത ഒരു ഇൻസ്ട്രുമെന്റ് കൂടിയാണത്. മറ്റുള്ള ഇൻസ്ട്രുമെന്റ് ഒക്കെ അപേക്ഷിച്ച് അതിലെല്ലാം സ്വരങ്ങൾ കൃത്യമായിട്ട് ഇപ്പൊ ഫ്ലൂട്ടിലാണെങ്കിൽ ഇന്ന സുഷിരം അമർത്തിയ സാ വരും, ഇന്ന അമർത്തിയ രീ വരും. അതുപോലെ തന്നെ കീബോർഡിലാണെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന കട്ടകൾ അമർത്തിയ സാരിയൊക്കെ വരും. പക്ഷേ വയലിനിൽ അതൊന്നും അടയാളപ്പെടുത്തിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് വയലിനൊക്കെ വായിക്കാനായിട്ട്. എന്തായാലും അദ്ദേഹം കൊണ്ടുവന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ജോസഫ് ജോൺ സാറില്ലേ ഫ്ലോറില്? ജോസഫ് ജോൺ സാറില്ലേ? ഉണ്ടോ? സാറില്ല. സാറിനൊരു മീറ്റിംഗ് ഉണ്ട്, പോയിരിക്കുവോ? അതെല്ലേ. അപ്പൊ അദ്ദേഹത്തിന്റെ മലയാള ഗാനങ്ങളോട് യെസ്, ഒപ്പം തന്നെ നമ്മൾ ഹിന്ദി ഗാനങ്ങളും നേരത്തെ പറഞ്ഞു. അപ്പൊ മനോഹരമായി ദാസേട്ടൻ ആലപിച്ച മനോഹരമായിട്ടൊരു ഹിന്ദി ഗാനമുണ്ട്, സലിൽ ചൗധരി സാർ. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. നിസഗമ പനി സരിഗ ആ ആ തിമിത്തുവാ जन्म जन्म से हम तो प्यासे आ संग में रगा आ निसगम पनी सरिगा. നല്ല പാട്ടാണ് അദ്ദേഹത്തിന്റെ. ആനന്ദ് മഹൽ എന്നുള്ളൊരു ചിത്രത്തിന്റെ ദാസേട്ടൻ പാടി അനശ്വരമാക്കിയുള്ള ഗാനമാണ്. സാഗരമേ ശാന്തമാകുന്നീ. ഇത് മൂളാത്ത മലയാളികൾ ഉണ്ടാവില്ല. മദനോത്സവം എന്നുള്ള ചിത്രത്തിലെയാണ് ഈ മനോഹരമായിട്ടുള്ള ഗാനം. കമലഹാസനും അതുപോലെ തന്നെ ശ്രീനവ ഹാബും ചേർന്ന് അഭിനയിച്ച മദനോത്സവത്തിന്റെ എല്ലാ പാട്ടുകളും മികച്ച പാട്ടുകളാണ്. ഒരുപാട് പാട്ടുകളുണ്ട്. മാടപ്രാവേ വാ, നീ മായും നിലാവോ, അതൊക്കെ മദനോത്സവത്തിന്റെ പാട്ടുകളാണ്. സാഗരമേ ശാന്തമാകും. എത്ര മനോഹരമാണ് ഈ പാട്ട്. സാഗര ശാന്ത മാഗനി സാന്ധ്യരാഗം മായും നീതാ ചൈത്രത്തിനവധു പോകയായി ദൂരെ യാത്ര മൊഴിയുമാ സാഗര ശാന്ത മാഗനി. പാടിക്കോളൂ. ONV കുറുപ്പിന്റെ മനോഹരമായിട്ടുള്ള രചന. സാഗരത്തെ ശാന്തമാക്കാൻ ആരുമില്ലേ? സാഗരമേ ശാന്ത മാഗനി സാന്ധ്യരാഗം മായുന്നിതാ ചൈത്രദിനവധു പോകയായി ദൂരയാത്ര മൊഴിയുമായി സാഗരമേ ശാന്തമാകനീ. ബിനമം സെക്കൻഡ്. തളിർത്തൊട്ടിലാരോ പാടി തരൂരു ജന്മം കൂടി പാതി പാടും മുൻപേ വീണു ഏതോ കിളിനാദം കേണു ഏതോ കിളിനാദം കേണു ചൈത്രവിപഞ്ചിക മൂകമായി എന്തേ മൗന സമാധിയായി സാഗരമേ ശാന്തമാകനീ സാന്ധ്യരാഗം മായുന്നിതാ ചൈത്രദിനവധു പോകയായി ദൂരയാത്ര മൊഴിയുമാ.
താങ്ക് യു സാർ. ഷീബ മാം. ആരാ പാടുന്നേ? സാഗരമേ ശാന്തമാകനീ സാന്ധ്യരാഗം മായുന്നിതാ ചൈത്രദിനവധു പോകയായി ദൂരയാത്ര മൊഴിയുമായി സാഗരമേ ശാന്തമാകനീ. വിൻസെന്റ് സാർ. സാഗരമേ ശാന്ത മാഗനീ സാന്ധ്യരാഗം മായുന്നിതാ ചൈത്ര വധു പോകയായി ദൂരയാത്ര മൊഴിയുമായി സാഗര ശാന്തമാഗനീ. ഓക്കെ, ഇനി ആരെങ്കിലും പാടുന്നുണ്ടോ? അല്ലെങ്കിൽ അടുത്തിൽ പോവാം നമുക്ക്. സന്ധ്യ സന്ധ്യ കണ്ണീരിന്റെ സന്ധ്യ. ഞാൻ പാടാം 4 വരി. ആ, പഠിക്കൂ പഠിക്കൂ. സന്ധ്യേ കണ്ണീരിനെന്തേ സന്ധ്യേ സ്നേഹമയീ കേഴുകയാണോ നീയും നിൻമുഖം പോൽ നൊമ്പരം പോൽ നിൽപ്പൂ രജനീഗന്ധി സന്ധ്യേ കണ്ണീരിനെന്തേ സന്ധ്യേ. താങ്ക് യു സാർ. ഓക്കെ, നമുക്ക് ഇത് അതിൽ തന്നെ മദനോത്സവത്തിന്റെ പാട്ടാണ്. അടുത്ത ഗാനത്തിലേക്ക് പോകാം സാറേ, സമയമില്ല. അടുത്ത പാട്ട് ശ്യാമമേഘം എടുത്തോളൂ. ഇതൊക്കെ പാടിയിട്ട് പോരാ സാറേ? അല്ല, ഇതിപ്പോ ഒത്തിരി പാട്ടുകളുണ്ട്. ഇതും ആ പടത്തിൽ തന്നെയാണ്, മദനോത്സവത്തിലെ തന്നെയാണ്. അതിന്റെ ഒരു 3-4 പാട്ടുകളുണ്ട്. സന്ധ്യേ കണ്ണീരിതന്തേ സന്ധ്യേ സ്നേഹമായി കേഴുകയാണോ നീയും നിൻമുഖം പോൽ നൊമ്പരം പോൽ നിൽപ്പൂ രജനീഗന്ധി സന്ധ്യേ കണ്ണീരിതന്തേ സന്ധ്യേ. ഓക്കെ, താങ്ക് യു. ഷേർലി മാം. ദുഃഖമേ നീ പോകൂ കെടാത്ത നിത്യതാരാജാലം പോലെ കത്തുമീയനുരാഗം. ദുഃഖമേ നീ പോകൂ കെടാത്ത നിത്യതാരാജാലം പോലെ കത്തുമീയനുരാഗം. മരണമേ കേൾക്കൂ നീയും സന്ധ്യ കണ്ണീരിതെന്തേ സന്ധ്യ സ്നേഹമയി കേഴുകയാണോ നീയും നിൻമുഖം പോ നൊമ്പരം പോന്തി സന്ധ്യ കണ്ണീരിതെന്തേ സന്ധ്യ. താങ്ക് യു. ഓക്കെ, അടുത്ത ആരാ പാടുന്നത്? ഷീല മാം. ഞാൻ പാട്ട് സാർ. യെസ് യെസ്, ഓക്കെ. ഓർക്കും പോലെ വിഷാദ സുസ്മിതം നീ ചൂടി
വീണ്ടും എത്തുകില്ലേ നാളെ മുത്തുകോർക്കും പോലെ വിഷാദ സുസ്മിതം നീ ചൂടി വീണ്ടും എത്തുകില്ലേ നാളെ ഹൃദയമേതോ പ്രണയശോക കഥകൾ വീണ്ടും പാടും വീണ്ടും കാലമേറ്റു പാടും സന്ധ്യേ കണ്ണീരിതെന്തേ സന്ധ്യേ സ്നേഹമയീ കേഴുകയാണോ നിൻമുഖം പോ നൊമ്പരം പോ നിൽപ്പൂ രജനിഗന്ധി സന്ധ്യേ കണ്ണീരിതെന്തേ സന്ധ്യേ. ജോർജ് സാറേ. താങ്ക് യു. താങ്ക് യു സർ. സന്ധ്യേ കണ്ണീരിതെന്തേ സന്ധ്യേ സ്നേഹമായി കെഴുകയാണോ നീയും നിൻമുഖം പോൽ നൊമ്പരം പോൽ നിൽപ്പൂ രജനിഗന്ധി സന്ധ്യേ കണ്ണീരിതെന്തേ സന്ധ്യേ സ്നേഹമായി കെഴുകയാണോ നീയും നിൻമുഖം പോൽ നൊമ്പരം പോൽ നിൽപ്പു രജനിഗന്ധി. താങ്ക് യു സർ. താങ്ക് യു സാർ. അടുത്തത് Then ഗാനം ശ്യാമമേഘമേ. ഇതാണോ പറഞ്ഞേ? ഈ പാട്ടാണോ? എന്തോ ഈ പാട്ടാണോ? ശ്യാമമേഘം. എത്തോളൂ, കുഴപ്പമില്ല, ചെയ്യാം. ശ്യാമമേഘം എന്ന് പറഞ്ഞ് കുറെ വേറൊരു പാട്ടുണ്ട്. ശ്യാമമേഘമേ നീ അധിപൻ എന്നുള്ളൊരു സിനിമയിൽ, അതല്ല കേട്ടത്. ഇത് പഴയ സിനിമയാണ്. സമയമായില്ല പോലും എന്നുള്ള പടത്തിലെ മനോഹരമായിട്ടുള്ള പാട്ട് ശ്യാമമേഘം. മേഘമേ പ്രേമ ദൂതുമായി ദൂരെ പോയി വരൂ എന്റെ ദേവി കേഴും ദൂര മന്ദിരത്തിൽ പോയി വരൂ മേഘമേ പ്രേമ ദൂതുവായി ദൂരെ പോയി വരൂ. പാടിക്കോളൂ. കാമരൂപ കാണും നീയൻ കാതരയാം കാമിനിയേ കണ്ണുനീരിൽ പുഞ്ചിരിയായി കാറ്റുലയ്ക്കും ദീപമായി വിശ്ലതമാം തന്ത്രികളിൽ വിസ്മൃതമാം നാദമായി എൻ്റെ ദേവി കേഴും ദൂര മന്ദിരത്തിൽ പോയി വരൂ ശ്യാമമേഘമേ നീയൻ പ്രേമ ദൂതുമായി ദൂരെ പോയി വരൂ. താങ്ക് യു സർ. അടുത്ത പാട്ടിൽ പോയാലോ സാർ? ഞാനിങ്ങനെ പാടുന്നുണ്ടോ ഈ പാട്ട്? സാറേ ഒരു 2 ലൈൻ വയലിനെ വായിക്കട്ടെ ഇത് നോക്കാൻ Okay. വേണ്ടി. അതിന് സാറേ ഈ ഹൈ സൗണ്ട് വരുമ്പോൾ ഇച്ചിരി വ്യത്യാസം ഉണ്ടേ, ഒന്ന് നോക്കിക്കോണം. ശ്രദ്ധിക്കാം ഞാൻ. ഞാൻ ഇത് ഇത്തിരി അകത്തി വെച്ചേക്കാണ്, മറ്റേ ഒത്തിരി ക്ലോസ് ആയിട്ട് വെച്ചോണ്ടായിരിക്കും ചിലപ്പോ.
താങ്ക് യു. ഓക്കെ സാർ, താങ്ക് യു. ശാരികയാണോ സാർ അടുത്ത്? പ്രൊഫസർ അൺമ്യൂട്ട് ചെയ്യും. ഓക്കെ ഓക്കെ, കേൾക്കാവോ? സാരികയും സാരികയും ഖലീൽ ചൗധരിയുടെ പല ഹിറ്റ് ഗാനങ്ങളും പാടിയിരിക്കുന്നത് എസ് ജാനകിയാണ്. വളരെ നല്ല പാട്ടുകളാണ് എസ് ജാനകി പാടിയിരിക്കുന്നത്. ഇതും വളരെ മനോഹരമായിട്ടുള്ളൊരു ഗാനം. ഇതൊക്കെ എപ്പോൾ കേട്ടാലും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ അത് തങ്ങി നിൽക്കും. ആ പാട്ടിൻ്റെ ഒരു ഭയങ്കര ഒരു മാസ്മരികതയാണ്, ഒരു പ്രത്യേകതയാണ്. നമ്മൾ കേട്ട ഈണങ്ങൾ ശൈലിയൊന്നുമല്ല, മലയാളത്തിലെ സംഗീത സംവിധായകരുടെ ഒരു ശൈലിയല്ല. അതാണ് ദേവരാജ മാസ്റ്റർ പറഞ്ഞത്, അനുകരിക്കാൻ പറ്റാത്ത ഒരു ശൈലിക്ക് ഉടമയാണ്. അപ്പൊ ഇതില് അദ്ദേഹം ഈ പാട്ട് എഴുതിയത് ONV ആണെങ്കിലും ഈ പാട്ടിന്റെ ഡിസ്കഷൻ നടക്കുമ്പോൾ ചെന്നൈയിൽ വെച്ചാണ് ഈ ഒരു പാട്ടിന്റെ കമ്പോസിങ് നടക്കുന്നത്. അപ്പൊ സലിൽ ചൗധരി ഈണം അദ്ദേഹം ഉണ്ടാക്കി കഴിഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, ഈണത്തിനനുസരിച്ച് ആണ് വരികൾ പിന്നീടാണ് രചിച്ചത്. അപ്പൊ പാട്ട് ഗായിക നിശ്ചയിച്ചു, ഗായിക എസ് ജാനകിയാണ് നിശ്ചയിച്ചത്. അപ്പൊ വരികൾ എഴുതിയിട്ടില്ല ആ സമയത്ത്. പിന്നീടാണ് വരികൾ എഴുതിയത്. അപ്പൊ അദ്ദേഹം വരികൾ എഴുതിയപ്പോൾ ONV കമ്പോസിങ് ആ സമയത്ത് ONV കുറിപ്പ് അവിടെ ഉണ്ടായില്ല. വരികൾ എഴുതിയ ആള് ശരിക്കും ഒരു 3 പേരുണ്ടെങ്കിലാണ് ആ കമ്പോസിംഗ് ഒക്കെ പ്രത്യേകിച്ച് നല്ല രീതിയിൽ നടക്കാൻ സാധ്യതയുള്ളൂ. അപ്പൊ അദ്ദേഹം മൂളിക്കൊടുത്തത് അദ്ദേഹം കൊടുത്തത് ശ്രദ്ധിക്കണം. അവിടെ ONV പിന്നീടാണ് ലിറിക്സ് എഴുതി കൊടുത്തത്. അപ്പൊ ലിറിക്സ് എഴുതി കൊടുത്തപ്പോൾ അദ്ദേഹം ഇങ്ങനെയാണ്, അദ്ദേഹം കൊടുത്ത ട്യൂൺ അനുസരിച്ചിട്ട് മകളപ്പൂല. അപ്പൊ അദ്ദേഹത്തിനോട് ജാനകി പറഞ്ഞു, സാർ ഇങ്ങനെ മലയാളത്തിൽ ഇങ്ങനെ മകളപ്പൂ മനസ്സം ഞാൻ നിന്നെ കണ്ടു. പക്ഷെ ട്യൂൺ മാറ്റാനായിട്ട് സലീൽ ചൗധരി സമ്മതിച്ചില്ല. കാരണം ചില സംഗീത സംവിധായകർക്ക് അവർ കൊടുത്ത ട്യൂണിൽ തന്നെ പാടണം, ആ മീറ്ററിൽ ആ സ്കെയിലിൽ തന്നെ പാടണം. മകളപ്പൂലൊരു മനസ്സം അങ്ങനെ പാടാൻ പറഞ്ഞപ്പോ ചില സലീൽ ചൗധരിയുടെ ചില ഗാനങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ചില മുറിച്ച് മാറ്റിയ അങ്ങനെ സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ജാനകിക്ക് അന്ന് മലയാളമൊക്കെ കുറച്ച് അറിയാം. അതുകൊണ്ട് ജാനകി പറഞ്ഞു, സാറേ ഞാൻ ഇങ്ങനെ ഒന്ന് പാടി നോക്കട്ടെ, എന്നിട്ട് സാറൊന്ന് നോക്ക്, ഇത് ഓക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്യാമെന്ന്. അങ്ങനെ ജാനകി വാതളപ്പൂലൊരു മനസ്സം ഞാൻ ഇന്നു കണ്ടു, മാതളപ്പൂലൊരു മനസ്സം ഞാൻ ഇന്നു കണ്ടു, ആരും കാണാതാ പൂച്ചൂടി ഞാനൊന്നു പാടി താരികേ എൻ താരികേ. അത് പാടിപ്പോ അദ്ദേഹം ആക്സെപ്റ്റ് ചെയ്തു. അതിന് ഭയങ്കര ഇഷ്ടമായി. ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ, വളരെ നന്നായിട്ട് ഇത് പറഞ്ഞു. അങ്ങനെ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ നമ്മളിപ്പോ മാതളപ്പൂ എന്നുള്ളത് നമ്മൾ വേറെ രീതിയിലായിട്ട് നമ്മൾ കേൾക്കേണ്ടി വന്നു. അങ്ങനെ ചില സന്ദർഭങ്ങളൊക്കെ ഉണ്ടായി. മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ്. പാടിക്കോളും ഈ പാട്ട്, ശാരികേൻ ശാരികേ. ശൈല മാം പഠിക്കും. കിട്ടുമോ അറിയില്ല. ശാരികേ എൻ ശാരികേ മാതളപ്പൂ പോലൊരു മാനസം ഞാൻ ഇന്നു കണ്ടു, മാതളപ്പൂ പോലൊരു മാനസം ഞാൻ ഇന്നു കണ്ടു, ആരും കാണാതെ പൂച്ചൂടി ഞാനും പാടി സാരികേ
ഓക്കെ, വേറെ ആരെങ്കിലും? ഓക്കെ, നമുക്ക് അടുത്ത പാട്ടിൽ പോവാം. സാറേ ഞാൻ Yes, ഒന്ന് yes. ട്രൈ ചെയ്യാം. ശൈലജ പാടും. മാതളപ്പൂ പോലൊരു മാനസം ഞാൻ ഇന്നു കണ്ടു. മാതളപ്പൂ പോലൊരു മാനസം ഞാൻ ഇന്നു കണ്ടു. ആരും കാണാതപ്പോ ചൂടി ഞാനൊന്നു പാടി. ശാരികേ എൻ ശാരികേ. താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു. വേറെ ആർക്കെങ്കിലും? അല്ലെങ്കിൽ നമുക്ക് അടുത്ത പാട്ടിൽ പോവാം, സമയവും പോകുന്നു. യെസ്. ഒരു പെപ്പി സോങ് ആണ്. ഈ ഒരു പാട്ട് മനോഹരമായിട്ട് ഇപ്പൊ രണ്ടാമത് റീമിക്സ് ചെയ്ത് ഈ കാലത്തില് നമ്മുടെ ഈ പുതിയ ജനറേഷന്റെ കാലത്ത് തട്ടുതൊളിപ്പം പാട്ടായിട്ട് എല്ലാവരും പാടുന്നുണ്ട് കേട്ടോ, മനോഹരമായിട്ട്. കുട്ടികളൊക്കെ ഈ അടിപൊളി ഗാനത്തിനകത്ത് ചുവട് വയ്ക്കുന്നതൊക്കെ കാണാം. അടിപൊളി പാട്ടാണ്. അപ്പൊ സലീൽ ചൗധരി അന്നത്തെ കാലത്ത് വളരെ അഡ്വാൻസ് ആയി കണ്ട് വളരെ ഈണം ഉണ്ടാക്കിയ ഒരു മനോഹരമായിട്ടുള്ള പാട്ട്. കല്യാണ പ്രായത്തിൽ പെണ്ണുങ്ങൾ ചൂടും അതിന്റെ ആ ഒരു റിതം ഉണ്ടല്ലോ, ആ താളം ഇങ്ങനെ ഇങ്ങനെ നമ്മളെയൊക്കെ ശരിക്കും ഇങ്ങനെ തുള്ളിച്ചാടും ഈ പാട്ട് ഇങ്ങനെ കേട്ടിട്ട്. അത് താഴോട്ടൊന്നും. കന്നി മണ്ണിന്റെ പൂമി മാനം മാറോട് ചേർപ്പു പുഞ്ചനെല്ലിന്റെ നാണം മഞ്ഞു മൂടി പൊതിഞ്ഞു ഇന്നൊരാവിൽ. വളരെ നല്ലൊരു എന്താ ആ താളത്തിന്റെ ഒത്ത് നല്ലൊരു പാട്ടാണ്. കല്യാണ പ്രായത്തിൽ പെണ്ണുങ്ങൾ ചൂടുന്ന കന്മദപ്പൂ കണ്ണം പൂവുണ്ടോ കൂടെ വന്നേ പോ ആൺകിളി ചൂട് തന്നേ പോ. കല്യാണ പ്രായത്തിൽ പെണ്ണുങ്ങൾ ചൂടുന്ന കന്മദപ്പൂ കണ്ണം പൂവുണ്ടോ കൂടെ വന്നേ പോ ആൺകിളി ചൂട് തന്നേ പോ. പാടിക്കോളൂ. കല്യാണ പ്രായത്തിൽ പെണ്ണുങ്ങൾ ചൂടുന്ന കന്മദപ്പൂ കണ്ണം പൂവുണ്ടോ കൂടെ വന്നേ പോ ആൺകിളി ചൂട് തന്നേ പോ. കല്യാണ പ്രായത്തിൽ പെണ്ണുങ്ങൾ ചൂടുന്ന കന്മദപ്പൂ കണ്ണം പൂവുണ്ടോ കൂടെ വന്നേ പോ. കന്നിമണ്ണിന്റെ പൂമേ മാനം മാറോടു ചേർത്തു. കന്നിമണ്ണിന്റെ പൂമേ മാനം മാറോടു ചേർത്തു. പുഞ്ചനെല്ലിന്റെ നാണം മഞ്ഞു മൂടി പൊതിഞ്ഞു ഇന്നൊരാവിൽ. നിന്റെ വെള്ളിച്ചിറകുകൾ തുള്ളുന്ന തിരുനെല്ലിക്കാട്ടിൽ ചുണ്ടിൽ നീ കൊത്തി നൽകുന്ന ഞാവൽ പഴത്തിഞ്ഞു വന്നു ഞാൻ. ആ കാട് കുളിരണ് കൂട് കുളിരണ് മാറിലൊരു പിടിച്ചൂടുണ്ടോ ഓ. കല്യാണ പ്രായത്തിൽ പെണ്ണുങ്ങൾ ചൂടുന്ന കന്മദപ്പൂ കണ്ണമ്പൂ ഉണ്ടോ കൂടെ വന്നേ പോ ആൺകിളി ചൂടു തന്നേ പോ. താങ്ക് യു സർ. താങ്ക് യു. ഓക്കെ, അടുത്തത് ഷെമീൻ. പെണ്ണാളെ പെണ്ണാളെ കരിമീൻ കണ്ണാളെ കണ്ണാളെ. പെണ്ണാളെ പെണ്ണാളെ കരിമീൻ കണ്ണാളെ കണ്ണാളെ. കന്യാതാമരപ്പൂമോളെ കന്യാതാമരപ്പൂമോളെ. ഹായ് പെണ്ണാളെ പെണ്ണാളെ കരിമീൻ കണ്ണാളെ കണ്ണാളെ. പെണ്ണാളെ പെണ്ണാളെ കരിമീൻ കണ്ണാളെ കണ്ണാളെ.
പെണ്ണാളെ പെണ്ണാളെ കരിമീൻ കണ്ണാളെ കണ്ണാളെ. പാടിക്കോളൂ, എല്ലാവർക്കും പാടാൻ പറ്റുന്ന പാട്ടാണത്. ഞാൻ റോയ് പാടാം സാറിന് പോയോ? അടുത്ത 4 വരി. പെണ്ണാളെ പെണ്ണാളെ കരിമീൻ കണ്ണാളെ കണ്ണാളെ. പെണ്ണാളെ പെണ്ണാളെ കരിമീൻ കണ്ണാളെ കണ്ണാളെ. കന്നി താമര പൂമോലെ. ആഹാ പെണ്ണാളെ പെണ്ണാളെ കരിമീൻ കണ്ണാളെ കണ്ണാളെ. തന്തന തന്തന താന തന്തന തന്തന താന. കടലിൽ തന്നൊരു മുത്തല്ലേ കുളിരു കൊരണ മുത്തല്ലേ. ഓയ് ഏലേലം തോണിയിലെ അരയന് താലോലം കിളിപ്പെണ്ണല്ലേ. മനത്ത് പറക്കണ ചെമ്പരുന്തേ മീനിന്നു മത്തിയോ ചെമ്മീനോ. പെണ്ണാളെ പെണ്ണാളെ കരിമീൻ കണ്ണാളെ കണ്ണാളെ. മാനത്ത് പറക്കണ ചെമ്പരുന്തേ മീനിന്ന് മത്തിയോ ചെമ്മീനോ. ഹോയ് ഹോയ്. അർത്തുങ്കൽ പള്ളിയിലെ പെരുന്നാൾ വന്നല്ലോ ഒരു നല്ല കോരുതാ കടലമ്മേ ഒരു നല്ല കോരുതാ കടലമ്മേ. പെണ്ണാളെ പെണ്ണാളെ കരിമീൻ കണ്ണാളെ പെണ്ണാളെ പെണ്ണാളെ കരിമീൻ കണ്ണാളെ. കന്നി താമര പൂമോളെ. ഓയ് ഓയ് പെണ്ണാളെ പെണ്ണാളെ കരിമീൻ കണ്ണാളെ. തന്തന തന്തന തന്താന തന്തന തന്തന തന്താന. കടല് തന്നൊരു മുത്തല്ലേ കുളിര് കോരണ മുത്തല്ലേ. ഹോയ് ഹോയ് ആലോലം തോണിയിലെ അരയന് താലോലം. മാനത്ത് പറക്കണ ചെമ്പരുന്തേ മീനിന്നു മത്തിയോ ചെമ്മീനോ. മാനത്ത് പറക്കണ ചെമ്പരുന്തേ മീനിന്നു മത്തിയോ ചെമ്മീനോ. അർത്തിങ്കൽ പള്ളിയില് പെരുന്നാള് വന്നല്ലോ ഒരു നല്ല കോരുതാ കടലമ്മേ ഒരു നല്ല കോരുതാ കടലമ്മേ. താങ്ക് യു സർ. ഓക്കെ, വേറെ ആരെങ്കിലും ഓമന മാം പാടിക്കോളൂ. ആരാ പാടുന്നത്? ഷെർലി മാം. മാനത്ത് പറക്കണ ചെമ്പരുന്തേ മീനിന്നു മത്തിയോ ചെമ്മീനോ. അർത്തുങ്കൽ പള്ളിയില് പെരുന്നാളും വന്നല്ലോ അർത്തുങ്കൽ പള്ളിയില് പെരുന്നാള് വന്നല്ലോ ഒരു നല്ല കോരുതാ കടലമ്മേ ഒരു നല്ല കോരുതാ കടലമ്മേ. താങ്ക് യു. ആർക്കെങ്കിലും പാടാണെങ്കിൽ പാടിയോ? ഓമന മാം പാടിയോ? 4 വരിയല്ല. പെണ്ണാളെ പെണ്ണാളെ കരിമീൻ കണ്ണാളെ കണ്ണാളെ. പെണ്ണാളെ പെണ്ണാളെ കരിമീൻ കണ്ണാളെ കണ്ണാളെ. കന്നി താമര പൂമോളെ. ആഹാ പെണ്ണാളെ പെണ്ണാളെ കരിമീൻ കണ്ണാളെ കണ്ണാളെ. തന്തന തന്തന തന്താന കടലി കോതോരണ മുത്തല്ലേ കുളിരി കോരണ മുത്തല്ലേ. ഹോയ് ഹോയ്. താങ്ക് യു സർ. ആലോചിച്ചല്ല. ഓക്കെ, വേറെ ആർക്കെങ്കിലും പാടാണെങ്കിൽ പാടാം, അല്ലെങ്കിൽ നമുക്ക് അടുത്ത പാട്ടിൽ പോകാം. ഷബു സാർ എന്നെ വിളിച്ചേ. സാറ് പാടില്ല. സാബു സാറേ, ഞാനൊന്ന് ലീവ് ആയിക്കോട്ടെ, ഒരു കോൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നു. ഓക്കെ ഒരുപാട് ഓക്കെ കുറച്ച് ഏർലി ഓക്കെ, പാടുന്നുണ്ടോ? താങ്ക് യു.
ഇല്ല സാർ, പാടാൻ പറ്റിയ ഒരു കണ്ടീഷൻ അല്ല, അതുകൊണ്ടാണ്. ശരി ശരി ഒരു ഓക്കെ ഓക്കെ താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച് സാർ. സൺഡേ താങ്ക് യു, കാണാം. എല്ലാവർക്കും താങ്ക്സ്. താങ്ക് യു. അടുത്ത പാട്ട് ഒരു മുഖം മാത്രം. ഇത് സലിൽ ചൗധരിയുടെ ഭാര്യയാണ് പാടിയിരിക്കുന്നത്. അതെ, സബിത ചൗധരി. ഇത് ശ്രീകുമാരൻ തമ്പിയുടെ ഏതൊരു അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. ശ്രീകുമാരൻ തമ്പിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ട് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു പാട്ടാണ് ഒരു മുഖം മാത്രം കണ്ണിൽ. അതായത് പ്രണയഗാനങ്ങൾ എഴുതാൻ ശ്രീകുമാരൻ തമ്പിയെ കഴിഞ്ഞ് വേറെ ആരും നോക്കൂ, ഇതിൽ പരം എന്താണ് എഴുതണ്ടേ? ഒരു മുഖം മാത്രം കണ്ണിൽ, ഒരു സ്വരം മാത്രം കാതിൽ, ഉറങ്ങുവാൻ കഴിഞ്ഞില്ല. വളരെ ലളിതമായിട്ടാണ് ആ എന്താ പറയുക മനോവേദ മാനസിക നിലയ്ക്ക് അദ്ദേഹം വരികളിലൂടെ എഴുതി തീർത്തത്. നിറം ചാർത്തും ഓർമ്മതൻ താഴ്വരയിൽ എന്റെ മൗനം വാൽമീകങ്ങൾ തകർന്നു വീണു. ഒരു മുഖം മാത്രം കണ്ണിൽ, ഒരു സ്വരം മാത്രം കാതിൽ, ഉറങ്ങുവാൻ കഴിഞ്ഞില്ലല്ലോ. നിറം ചാർത്തുമോർമതൻ താഴ്വരയിൽ എന്റെ മൗനവാൽമീകങ്ങൾ തകർന്നു വീണു. നിറം ചാർത്തുമോർമതൻ താഴ്വരയിൽ എന്റെ മൗനവാൽമീകങ്ങൾ തകർന്നു വീണു. വിരഹത്തിൻ വീണ പാടി വിധിയാരറിഞ്ഞു. മുഖം മൂടി അണിഞ്ഞിട്ടും വിഴിച്ചത്തിൻ മുത്തുകളെ മറയ്ക്കുവാൻ കഴിഞ്ഞില്ലല്ലോ. ഒരു മുഖം പാടിക്കോളൂ. താപസിലും മോഹങ്ങൾ തളിർത്തുവല്ലോ, പുനർജന്മ സങ്കൽപ്പങ്ങൾ ഉണർന്നുവല്ലോ. തപസ്സിലും മോഹങ്ങൾ തളിർത്തുവല്ലോ, പുനർജന്മ സങ്കൽപ്പങ്ങൾ ഉണർന്നുവല്ലോ. കാതനത്തിൻ കുയിൽ പാടി കഥയാരറിഞ്ഞു. മതം കൊള്ളും തിരകളെ മനസ്സിന്റെ താളങ്ങളെ മറയ്ക്കുവാൻ കഴിഞ്ഞില്ലല്ലോ. ഒരു മുഖം മാത്രം കണ്ണിൽ, ഒരു സ്വരം മാത്രം കാതിൽ, ഉറങ്ങുവാൻ കഴിഞ്ഞില്ലല്ലോ. ഒരു മുഖം മാത്രം കണ്ണിൽ, ഒരു സ്വരം മാത്രം കാതിൽ, ഉറങ്ങുവാൻ കഴിഞ്ഞില്ലല്ലോ. താങ്ക് യു സർ. നിറം ചാർത്തുമോർമതൻ താഴ്വരയിൽ എന്റെ മൗനവാൽമീകങ്ങൾ തകർന്നു വീണു. ഒരു മുഖം മാത്രം കണ്ണിൽ, ഒരു സ്വരം മാത്രം കാതിൽ, ഉറങ്ങുവാൻ കഴിഞ്ഞില്ലല്ലോ. ഓക്കെ, ആരാണ് അടുത്തത്? ശിലമ. യെസ്. പ്രണയിച്ചവരൊക്കെ ഉണ്ടെങ്കിൽ പാടാം ഇപ്പൊ ഗാനം. കാരണം പ്രണയിച്ചവർ ഈ ഒരു അനുഭവം എല്ലാവർക്കും ഉണ്ടായിരിക്കും. അപ്പൊ അത് ഉൾക്കൊണ്ട് പാടുമ്പോഴായിരിക്കും ആ പാട്ട് ഏറ്റവും മനോഹരമായിരിക്കും. ശിലമ പാടി. ഒരു മുഖം മാത്രം കണ്ണിൽ, ഒരു സ്വരം മാത്രം കാതിൽ,
ഉറങ്ങുവാൻ കഴിഞ്ഞില്ലല്ലോ. ഒരു മുഖം മാത്രം കണ്ണിൽ, ഒരു സ്വരം മാത്രം കാതിൽ, ഉറങ്ങുവാൻ കഴിഞ്ഞില്ലല്ലോ. നിറം ചാർത്തുമോർമതൻ താഴ്വരയിൽ എന്റെ മൗനവാത്മീകങ്ങൾ തകർന്നു വീണു. നിറം ചാർത്തുമോർമതൻ താഴ്വരയിൽ എന്റെ മൗനവാത്മീകങ്ങൾ തകർന്നു വീണു. വിരഹത്തിൻ വീണ പാടി വിധിയാരറിഞ്ഞു. മുഖം മൂടി അണിഞ്ഞിട്ടും മിഴിച്ച പിൻമുത്തുകളെ മറയ്ക്കുവാൻ കഴിഞ്ഞില്ലല്ലോ. ഓ, ഒരു മുഖം മാത്രം കണ്ണിൽ, ഒരു സ്വരം മാത്രം കാതിൽ, ഉറങ്ങുവാൻ കഴിഞ്ഞില്ലല്ലോ. ഓ, താങ്ക് യു സർ. ഉറങ്ങാൻ കഴിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പാടും. ജോർജ് സാർ, വിൻസെന്റ് സാർ, ഇവരൊക്കെ നല്ലോണം ഉറങ്ങുന്നവരല്ലേ. മോഹൻദാസ് സാർ മോഹൻദാസ് സാർ പാടിയില്ല, കഴിഞ്ഞ പ്രാവശ്യം പാടില്ല, പാടാന്ന് പറഞ്ഞു. രണ്ടിലായി. അതുപോലെ തന്നെ പിന്നെ ആരാ പാടാത്തെ? അബ്ദുൾ റഹീം സാർ, സാർ പോയി അല്ലേ? മനസ്സിലൊക്കെ ഒരു മുഖം ഉണ്ടാവില്ലേ, ആ മുഖത്ത് നിന്ന് ഓർത്ത് പാടിയാൽ മതി. ആ നാളിലേക്കൊന്ന് പിന്തിരിഞ്ഞു നോക്കൂ. ഒരു രണ്ടുപേരി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത പാട്ടിലേക്ക് കൂടെ പോകാം. ഇതും മദനോത്സവത്തിലെ എല്ലാ പാട്ടുകളും ഇപ്പൊ നമ്മൾ ഈ പടത്തിൽ തന്നെ, ഈ ഒരു എപ്പിസോഡിൽ തന്നെ മൂന്നാമത്തെ നാലാമത്തെ പാട്ടുകളായിട്ടാണ് വരുന്നത്. മദനോത്സവം നേരത്തെ നമ്മൾ പാടി സന്ധ്യ എല്ലാ പാട്ടുകളും എത്തി. മാടപ്രാവ ഇനിയുണ്ട് ഒരു പാട്ടും കൂടി ഉണ്ട്, മാടപ്രാവ. അതേ നിർത്താം അല്ലേ? മാടപ്രാവേ നിർത്താം. ഓക്കെ. മാടപ്രാവേ പറഞ്ഞു. മാടപ്രാവീവാ ഒരു കൂട് കൂട്ടാൻ വാ, ഈ വസന്തകാലം കൈനീട്ടി വരവേൽക്കയായി നീ വാ. മാടപ്രാവീവാ ഒരു കൂട് കൂട്ടാൻ വാ, ഈ വസന്തകാലം കൈനീട്ടി വരവേൽക്കയായി നീ വാ. പാടിക്കോളൂ. മാരിൽ വേനലിൽ കൂടെ വരാമോ, മാറിലേളം ചൂടേറ്റുരാവുറങ്ങാമോ, ഈ മുളം കൂട്ടിൽ മരിക്കും വരെ കൂട്ടിരിക്കാമോ, മാടപ്രാവേവാ ഒരു കൂട് കൂട്ടാൻ വാ, ഈ വസന്തകാലം കൈനീട്ടി വരവേൽക്കയായി നീ വാ. മാടപ്രാവേ പാടിക്കോളൂ. ഈ വയൽ പൂവുപോൽ നാം കൊഴിഞ്ഞാലും, ഈ വഴിയിലാകെ നീ കൂടെ വരാമോ, പാടി വരാമോ, മരിക്കും വരെ എന്നിനപ്രാവേ മാടപ്രാവേ വാ. ആരെങ്കിലും പാടുന്നുണ്ടോ? അല്ലെങ്കിൽ ലാസ്റ്റ് ഒരു പാട്ട് കൂടെ ഉണ്ട്, പൂമാനം. പഠിക്കും. ഏതോ ചില പാട്ടാണ്, നേരത്തെ പാട്ട് മനോഹരമായിട്ടുള്ള ഒരു പാട്ട്. ഒരു വഞ്ചിയൊക്കെ അങ്ങനെ തുഴഞ്ഞുകൊണ്ട് ഇങ്ങനെ പോകുന്ന ഒരു പാട്ട്. പൂമാനം പൂത്തുലഞ്ഞി
തെളിഞ്ഞു പുഴയും വയലും പൊന്നോണം കാത്ത നെഞ്ചും പൂമാനം പൂത്തുലഞ്ഞേ ഹേ 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 എനിക്കും നാവിലൻ പാട്ടുണ്ടല്ലോ തുടുക്കും കവിളിലൻ പാട്ടുണ്ടല്ലോ തുടിക്കും മാറത്തും തുളുമ്പും ചുണ്ടത്തും തേനുണ്ടല്ലോ കുടിലുണർന്നു കണിവിടർന്നു കണ്ടു വാക്കിലി തെളിഞ്ഞു പുഴയും വയലും പൊന്നോണം കാത്ത നെഞ്ചും പൂവാനം പൂത്തുലഞ്ഞി പൂവല്ലി ഉണർന്നാൽ പുഴയും വയലും പൊന്നോണം കാത്ത നെഞ്ചും പൂമാനം പൂത്തുലഞ്ഞേ പാടിക്കോളൂ. ഇല്ലമ്മ പഠിക്കൂ, ഫിനിഷ് ചെയ്യും. പൂമാനം പൂത്തുലഞ്ഞ് പൂവള്ളിക്കുടിലെന്റെ കരളുണർന്നു കിളിയേ തെളിഞ്ഞു പുഴയും വയലും പൊന്നോണം കാത്ത നെഞ്ചും പൂമാനം പൂത്തുലഞ്ഞേ എനിക്കും നാവിലൻ പാട്ടുണ്ടല്ലോ തുടുക്കും കവിളിലൻ പാടുണ്ടല്ലോ തുടിക്കും മാറത്തും തുളുമ്പും ചുണ്ടത്തും തേനുണ്ടല്ലോ കുടിലുണർന്നോ കളിവിടർന്നോ കണ്ടു വാക്കിലി തെളിഞ്ഞു പുഴയും വയലും പൊന്നോണം കാത്ത നെഞ്ചും പൂമാനും പൂത്തുലഞ്ഞി പൂവള്ളിക്കുടിലെന്റെ കരളുണർന്നു കിളി തെളിഞ്ഞു പുഴയും വയലും പൊന്നോണം കാത്ത നെഞ്ചും പൂമാനും പൂത്തുലഞ്ഞി. താങ്ക് യു. ഓക്കെ, ക്ഷമം പഠിക്കൂ. പൂമാനം പൂത്തുലഞ്ഞി പൂവള്ളിക്കുടിലെന്റെ കരളുണർന്നു തെളിഞ്ഞു പുഴയും വയലും പൊന്നോണം കാത്ത നെഞ്ചും പൂമാനം പൂത്തുലഞ്ഞി. ഓക്കെ സർ, താങ്ക് യു. മകുവിന്റെ പി അല്ലേ? പിന്നെ സാർ അപ്പൊ ഏറ്റവും ചെറിയ പല്ലവിയില് അത് ചോദിച്ചില്ലേ, അത് സുഖമോ ദേവി, അതിങ്ങനെ ഓർമ്മിച്ച് കേട്ടോ സാർ. പിന്നെ അതുപോലെ പിന്നെ പാടുമ്പോ അവരെ എല്ലാരും ഒന്ന് മുഖം കണ്ടാ കൊള്ളാറുണ്ട്, എല്ലാരും പരിചയപ്പെടാൻ വെറുതെ. എല്ലാവരും സലിൽ ചൗധരിയുടെ ഒരുപാട് പാട്ടുകളുണ്ട് കേട്ടോ. അതെ അതെ, നമ്മള് സലിൽ ചൗധരിയുടെ ഇനി ഒരു എപ്പിസോഡ് കൂടി വെക്കാനുള്ള പാട്ടുകളുണ്ട്. ഒരുപാട് നല്ല. അപ്പൊ അങ്ങനെ വേണം നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ട്, ആ ഗ്രൂപ്പിലുണ്ടോ? ആ ഗ്രൂപ്പിലൊന്ന് ജോയിൻ ചെയ്തില്ലെങ്കിൽ എനിക്കൊന്ന് ചാറ്റ് ചെയ്താൽ മതി, ഗ്രൂപ്പിലാക്കാം. മോഹൻദാസ് സാർ മാത്രമേ പാടാത്തുള്ളൂ, രണ്ടുപേരി ഏത് പാടുന്നേ? രണ്ടുപേരി സാറ് പൂവിളി കിട്ടില്ല അല്ലെ? പൂവിളി സ്കിപ്പ് ചെയ്തു അല്ലേ പാട്ട്? ഒരുപാട് പാട്ടുകളുണ്ട്, ഒരുപാട് പാട്ടുകളുണ്ട്. സാറേ നല്ലൊരു പാട്ടുണ്ടായിരുന്നു സലീൽ ചൗധരിയുടെ. പാടിക്കോളൂ. നീ മധുപകരൂ
അല്ല മലച്ചൊരിയും അത് സലിൽ ചൗധരി അല്ലല്ല അനുരാഗവർണ്ണം. അത് അല്ല, ഉഷാ അടിപൊളിയാണ് ഖാന്റെ പാട്ടാ മ്യൂസിക്, ഉഷാ ബ്യൂട്ടിഫുൾ ഖാന്റെ പാട്ട്. അല്ലല്ല അത് ഉഷാ ഉഷാ ഖാൻ. ഖാന്റെ മ്യൂസിക്കാ. ഓ സോറി ഉഷാ ഖാൻ. ഉഷാ ഉഷാ ഖാന്റെ ഖാന്റെ അത്. തെറ്റിപ്പോയി അത് ആ തെറ്റിപ്പോയി. കുഴപ്പമില്ല, കുഴപ്പമില്ല സാറ് സാധിക്കും, പാടിക്കോളൂ പാടിക്കോളൂ. പാടാൻ അറിയില്ല സാർ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അത് ഹിന്ദി. അതിന്റെ മ്യൂസിക്, തുടക്കത്തിലുള്ള മ്യൂസിക് ഇത്രയും ബ്യൂട്ടിഫുൾ മ്യൂസിക്. അതെ അതെ നീ മധുപകരു അതെ അതെ മലച്ചൊരിയും അനുരാഗ പൗർണമിയെ, നീ മായല്ലേ മറയല്ലേ നീലനിലാവൊളിയിൽ, നീ മധുപകരു. ആ മ്യൂസിക് എല്ലാം അതിനിടയ്ക്ക് വരുമ്പോ അതെ അതെ നല്ലൊരു. അതെ. ആ ഗിറ്റാറിന്റെ ബീറ്റുകളൊക്കെ വളരെ യെസ് യെസ്. മനോഹരമാണ്. ടാങ്, ടടാങ്, 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 ടടാ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 
ചെയ്യൂ. എല്ലാവരും നീ നീ പകരു മനസ്സൊരിയൂ സാറിന്റെ ബാക്ക്ഗ്രൗണ്ട് കൊള്ളാം കേട്ടോ. അടുത്ത പ്രാവശ്യം പോലും ബാക്ക്ഗ്രൗണ്ട് സാറാ. ആ ബാക്ക്ഗ്രൗണ്ട് ഇടുന്ന ആളുടെ മുഖം ഒന്ന് കാണിച്ച്. ഒന്ന് കണ്ടാൽ കൊള്ളാം. ഓക്കെ. മോഹൻദാസ് സാറേ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് ഒന്ന് ഫിനിഷ് ചെയ്തേ. എല്ലാവർക്കും ഒരു നന്ദി പറഞ്ഞ് അവസാനിപ്പിച്ചേ. എല്ലാരും ചൊല്ലണം എന്നുള്ള പാട്ട് പാടിയാ മതി സാറേ. എല്ലാവരുടെ പാടാ. ഓമനെ കണ്ടു, ഷീല, ഓരോരാളായിട്ട് കാണാൻ വേണ്ടി. അതുകൊണ്ടാ വന്നത്. അതെ, എല്ലാരും ഒന്ന് കാണട്ടെ. കുറെ ആളുണ്ടല്ലോ. ബീന മാം, പാടുന്ന കുറെ ഷേർലി മാം, ഉഷാകുമാരി മാം, ഷൈല മാമിനൊന്ന് പരിചയപ്പെടാനാ. അല്ല, എല്ലാരിക്കും തമ്മ കാണാൻ. ശൈലം ഇന്നത്തെ പാട്ട് ഇത്രയും നല്ലതായതുകൊണ്ട് അറിയില്ലെങ്കിലും മൂളി പോണതാണ് കേട്ടോ. പാടി നന്നായി പാടി ബീന പാടി. അല്ല ശരിയല്ലാതെ അറിയാം, എന്നാലും പോലും പാടി പോവാണ്. അയ്യോ, നന്നായി പാടി എല്ലാരും. എല്ലാരും കാണാൻ വേണ്ടിട്ടാ. ബീനനെ അറിയാം, സലിജ, ഒന്ന് രണ്ടാളെ അറിയാം, ബാക്കിയുള്ളവരൊന്നും അറിയില്ല. നമ്മൾ പാടിയ പാട്ട് നമുക്ക് മനോഹരമാണ്. അതെ, തീർച്ചയായിട്ടും നന്നായി പാടുകയും ചെയ്തു. ഇത് പാട്ടിന്റെ ഭംഗിയാണ്, ഒരു ട്രിബ്യൂട്ടാണ്. സലീം ചൗധരിക്ക് നമ്മൾ പാടും അല്ലേ സാറേ? സാറേ നമ്മൾ പാടുന്നത് പോലെ വേറൊരാൾക്ക് പാടാൻ പറ്റില്ല സാറേ. അതാണ് യുണീക്കാ പാടുന്നത്. ഓക്കെ, അപ്പം നാളെ വീണ്ടും കാണാം. സീ യു. ഓക്കെ, നമ്മൾ നോക്കട്ടെ. സലിൽ ചൗധരിയുടെ ഒരു എപ്പിസോഡും കൂടി പറ്റിയെങ്കിൽ നമുക്ക് സലിൽ ചൗധരിയുടെ ഇടാം. അല്ലെങ്കിൽ നോക്കിയിട്ട് ഞാൻ ഇടാം. പാട്ടുകളുണ്ട്, ഒത്തിരി പാട്ടുകളുണ്ട് ഇതില്. ഉൾപ്പെടുത്താൻ കഴിയാതെ പോയ ഒരുപാട് പാട്ടുകളുണ്ട്, നല്ല പാട്ടുകൾ. അപ്പൊ നോക്കിയിട്ട് നമുക്ക് ഇടാം കേട്ടോ. അപ്പൊ ഈ സംഗീത സംഗമത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ഓക്കെ, അപ്പം സീ യു. ഗുഡ് നൈറ്റ്. താങ്ക് യു. ഗുഡ് നൈറ്റ്. എല്ലാവർക്കും താങ്ക്സ്. ഗുഡ് നൈറ്റ്.